അപ്പോൾ പ്രസവം വരെ നമ്മൾ എത്തി. അപ്പം ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ സാധാരണ ഈ മോഡേൺ മെഡിസിൻ്റെ രീതിയിലൊക്കെ കുറേ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ കൊടുക്കും, അതുപോലെ പേഷ്യൻറ്റിനെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആക്കും, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ചില വാക്കുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ പോകുമ്പോൾ അവന്മാർ കട്ട് ചെയ്ത് കളയും. അതുകൊണ്ട് ഞാനിവിടെ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. സ്ത്രീയുടെ ജെനിറ്റൽ ഏരിയയിൽ ഷുഡ് ബി ഫ്യൂമിഗേറ്റഡ് ബൈ ദ പീൽ ഓഫ് എ ബ്ലാക്ക് സ്നേക്ക്. ഒരു കറുത്ത പാമ്പിൻ്റെ തൊലി ഉരിച്ചെടുത്തുകൊണ്ട് ആ പുകച്ച് അവളുടെ അണ്ടർഭാഗത്തേക്ക് അടിച്ചു വിടുക. ഇത് 5 കൊല്ലം ആയുർവേദം പഠിക്കുന്ന സ്റ്റുഡൻസ് പഠിക്കുന്ന കാര്യമാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാര്യം കാനഡയിൽ വന്നിട്ട് അധികം നാളായിട്ടില്ല. ബട്ട് ഐ എം നൗ റിപ്രസെൻറ്റിങ് കാനഡ ഫോർ എസെൻസ് ഗ്ലോബലിൻ്റെ ടൊറൻഷ്യ 2024 ആദ്യത്തെ പ്രഭാഷകനായിട്ട് തന്നെ എന്നെ വിളിച്ചാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എൻ്റെ ഇന്നത്തെ വിഷയം അൺമാസ്കിംഗ് ആയുർവേദ. അപ്പോൾ നമുക്ക് ആയുർവേദത്തെ പറ്റി ഒരുപാട് നല്ല ideas ഉണ്ട്. We have a lot of wonderful ideas about Ayurveda. But what exactly is Ayurveda? അപ്പം എൻ്റെ പ്രഭാഷണത്തിൻ്റെ സബ് ടൈറ്റിൽ അല്പം ഞെട്ടലും ഇത്തിരി തരിപ്പിക്കലും. കാര്യം ഇതിൽ ഒരുപാട് ഞെട്ടാനുണ്ട്, കുറച്ച് തരിപ്പിക്കലും ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് ഈ പരിപാടി തുടങ്ങിയ സമയത്ത് ഇത് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ എനിക്ക് പ്രചോദനമായിട്ടുണ്ടായിരുന്നത്, ഇത് അവതരിപ്പിക്കുമ്പോഴത്തേക്ക് ഇത് മിക്കവാറും ഒരു സ്റ്റാൻഡപ്പ് കോമഡി സെഷനായിട്ട് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം എസൻസിൻ്റെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസ് ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. യെസ്, യു ആർ ഫ്രീ ടു ആക്ച്വലി ചക്കിൾ ആൻഡ് ലാഫ്. അപ്പം അല്പം ഞെട്ടിക്കലും തരിപ്പിക്കലും. 3-4 മാസം, ഐ തിങ്ക് ഇറ്റ് വാസ് തിരൂരിൽ നടന്നൊരു പരിപാടി. അന്നാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാനായിട്ട് എനിക്കൊരു ഹിൻഡ് കിട്ടിയത്. അന്ന് ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീഷണർ സ്റ്റേജിലിരുന്നിട്ട് ഈ പ്രസവ ചികിത്സ അല്ലെങ്കിൽ പ്രസവ ശുശ്രൂഷയ്ക്ക് ആയുർവേദത്തിൽ ഒരുപാട് നല്ല പ്രതിവിധികളുണ്ട് എന്നിങ്ങനെ പറയുകയുണ്ടായി. അപ്പം തന്നെ നമ്മുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരാൾ ചാലഞ്ച് ചെയ്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒരു സംവാദം നടത്താൻ തയ്യാറാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെന്തോ ആയെന്നറിയില്ല. ചിലപ്പോൾ അത് നടക്കാൻ സാധ്യതയുണ്ട്, നടക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നടന്നാലും നടന്നില്ലെങ്കിലും ഞാനിത് പോയി പഠിക്കുകയുണ്ടായി. ഇതിലെന്താണ് ഈ ഗർഭ ശുശ്രൂഷയിൽ, പ്രസവ ശുശ്രൂഷയിൽ എന്തൊക്കെ പ്രതിവിധികളാണ് ഇതിലുള്ളത് എന്ന് അന്വേഷിക്കാൻ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ടായി. സോ മോഡേൺ മെഡിസിൻ്റെ ഒരു പ്രത്യേകമായിട്ട് വളരെ കാതലായ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. 3 കാര്യങ്ങളാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതിൽ 3 കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇൻഫോംഡ് കൺസെൻറ്റ്. So this is part of the disclaimer that ഒരു പേഷ്യൻറ്റിനെ ചികിത്സിക്കുന്നതിന് മുൻപ് ആ പേഷ്യൻറ്റിന് ആ കൊടുക്കുന്ന ശുശ്രൂഷയെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം. ഉണ്ടോ, ആ പേഷ്യൻറ്റിൻ്റെ പെർമിഷൻ കിട്ടുന്നുണ്ടോ, ആ ശരീരത്തിൽ തൊടുന്നതിന് മുൻപ് തന്നെ പേഷ്യൻറ്റിൻ്റെ പെർമിഷൻ നമ്മൾ എടുത്തിരിക്കണം. Respect for autonomy, that is the patient has complete freedom to either go with that treatment or choose another doctor, വേറൊരു രീതിയിലേക്ക് പോകാൻ. അത് ചിലപ്പം പ്രകൃതി ചികിത്സയായിരിക്കാം, എന്തായിരിക്കാം, അത് പേഷ്യൻറ്റിൻ്റെ അവകാശമാണ്, ഡോക്ടറിൻ്റെ അവകാശം അല്ല. ആൻഡ് പ്രിവെൻറ്റിങ് ഹാം, ഡു നോ ഹാം, ഒരിക്കലും ഒരു ദോഷം അറിവോടുകൂടി ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഐ എം നോട്ട് എ ഡോക്ടർ, ബട്ട് I am a potential patient, just like all of you. നിങ്ങളെല്ലാവരും പൊട്ടൻഷ്യൽ പേഷ്യൻറ്റിനാണ്. അപ്പോൾ ആർക്കാണ് അവകാശങ്ങൾ കൂടുതൽ, ഡോക്ടറിനാണോ പേഷ്യൻറ്റിനാണോ? നമുക്കാണ് അവകാശം കൂടുതൽ. എൻ്റെ ശരീരത്തിൽ തൊടണമെന്നുണ്ടെങ്കിൽ എൻ്റെ അനുമതി വേണം. മാത്രമല്ല, എന്താണ് എൻ്റെ ശരീരത്തിൽ ചെയ്യുന്നത്, എന്തെല്ലാം ഔഷധങ്ങളാണ് എൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നത് എന്ന് അറിയാൻ എനിക്ക് അവകാശമുണ്ട്. ദിസ് ഇസ് എ റൈറ്റ്, നോട്ട് എ പ്രിവിലേജ്, ഇറ്റ്സ് എ റൈറ്റ്. അടുത്തത്, അതാണ് ആദ്യത്തെ കാരണം. അതായത് ആയുർവേദത്തെ പറ്റി വലിയ ധാരണയൊന്നും മോഡേൺ മെഡിസിൻ പഠിക്കുന്നവർക്ക് ഇല്ല. ഇതിലെന്തോ നിഗൂഢതകളുണ്ട് എന്നറിയാം. അതുകൊണ്ടാണ് അന്ന് ആ ഡോക്ടർ, ആ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ഈ കാര്യം പറഞ്ഞു. രണ്ടാമത്തെ കാരണം ഇതാണ്. ഇത് 2022 കർണാടക രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് കർണാടക അവരുടെ പരീക്ഷാ പേപ്പറിൽ 5 മാർക്ക് ഉള്ള ഒരു ചോദ്യ പേപ്പറിൽ, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ 5ാമത്തെ
അഞ്ചാമത്തല്ല 10ാമത്തെ ഒരു ചോദ്യമാണ് സ്ത്രീ ആസ് എ വാചീകരണ ദ്രവ്യ. സ്ത്രീ ആസ് എ വാചീകരണ ദ്രവ്യ. യു ആർ നോട്ട് സർപ്രൈസ്ഡ്? I mean, a woman as a material, as an aphrodisiac material. സ്ത്രീ ആസ് എ വാചീകരണ ദ്രവ്യ. ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇതെന്ത് സ്ത്രീ ആസ് എ വാചീകരണ ദ്രവ്യ? ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ലെറ്റ് us എക്സ്പ്ലോർ. അപ്പോൾ എന്താണ് ആയുർവേദം? ഇസ് ഇറ്റ് ഹെർബൽ മെഡിസിൻ? ഇസ് ഇറ്റ് നാട്ടുവൈദ്യം, കാട്ടുവൈദ്യം, യുനാനി, ഒറ്റമൂലി, പ്രകൃതി ചികിത്സ, ഇങ്ങനെ കുറേ സാധനങ്ങൾ വാരിയിട്ടിട്ട് ഈ ഒറാങ്ങുട്ടാൻ്റെ പുറത്ത് ചിരങ്ങ് വന്ന് വരുമ്പോഴത്തേക്കും അത് തേച്ചത് അത് ആയുർവേദമാണ്. ചൈനയിൽ മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു, അത് ആയുർവേദമാണ്. എവിടെ പച്ച മരുന്ന് കണ്ടാലും അത് ആയുർവേദമാണ്. അത് ആയുർവേദമാണോ? നമ്മൾ പറയുന്ന ആയുർവേദം അതല്ല. സോ will the real Ayurveda please stand up, as Eminem said. Central Council of Indian Medicine, statutory body under the Ministry of Ayush, അവർ പറയുന്ന സിലബസിലുള്ള BAMS കോഴ്സിൽ 5 കൊല്ലം പഠിപ്പിക്കുന്ന ആയുർവേദത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. മറ്റു സാധനങ്ങളൊന്നും അല്ല. It's clear? All good? Guys, come on, relax. It's going to be fun. Right. അപ്പോൾ ഇതിൻ്റെ കെമിസ്ട്രിയും ഫൈറ്റോ കെമിസ്ട്രിയും ഇതിൻ്റെ എങ്ങനെയാണ് മരുന്ന് ശരീരത്തിൽ ആക്ട് ചെയ്യുന്നത്, ഇതിൻ്റെ മെറ്റബോളിസം, എക്സ്ക്രീഷൻ, അബ്സോർപ്ഷൻ, അഡ്മിനിസ്ട്രേഷൻ, ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ, കാരണം അത് കുറേ പറയാനുണ്ട്. എങ്ങനെയാണ് ഒരു കെമിക്കൽ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഫണ്ടമെൻ്റൽ, അതിൻ്റെ ആ ബേസിക് നോളജ് ഇത് കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ പറയാം. കാരണം എനിക്ക് 30 മിനിറ്റ് സമയമുള്ളൂ. സോ we are going into human reproduction according to Ayurveda. കുട്ടികളാരും ഇല്ലാത്തത് ഞാൻ വിചാരിച്ചു കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടാകുന്നത്. എന്തെങ്കിലും കുട്ടികളുണ്ടെങ്കിലും ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോവുകയാണ് about sexuality. Alright. ആയുർവേദത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഗ്രന്ഥങ്ങളാണ് സുശ്രുത സംഹിത, ചരക സംഹിത ആൻഡ് ഭാവപ്രകാശം. ഈ ഭാവപ്രകാശം എഴുതിയിരിക്കുന്നത് 15ാം നൂറ്റാണ്ടിലാണ്. അത് ഈ സുശ്രുതനും ചരകനും അഷ്ടാംഗഹൃദയം അതുപോലുള്ള പഴയ ടെക്സ്റ്റുകളിൽ നിന്നും സമാഹരിച്ച് ക്രോഡീകരിച്ചിട്ടുള്ള, പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ കുറേ കമൻട്രിയോട് കൂടി എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഈ ഭാവപ്രകാശം. അപ്പോൾ ഭാവപ്രകാശത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: Man will have desire for sexual intercourse daily. On suppression of this urge, he may suffer from diabetes and looseness of the body. Are you listening to this? Okay. അതായത് ഡെയിലി സെക്സ് ചെയ്തില്ലെങ്കിൽ, ഡെയിലി ഇൻ്റർകോഴ്സ് ചെയ്തില്ലെങ്കിൽ യു വിൽ ഹാവ് ഡയബറ്റീസ്, വണ്ണം കൂടും, ആൻഡ് ലൂസ്നെസ് ഓഫ് ദ ബോഡി. കൈയെല്ലാം ഭയങ്കരമായിട്ട് ലൂസാണ്, കൈ ശരീരമൊക്കെ ലൂസാണ്. ഭാവപ്രകാശം ദിനചര്യ, ആദ്യത്തെ വോളിയം ദിനചര്യ 167 തൊട്ട് 168, ഇതെല്ലാം എഴുതിയെടുത്തുകൊണ്ടിരിക്കണം. ഞാൻ പറയുന്നതൊക്കെ പ്ലീസ് നോട്ട് ദ പോയിന്റ്സ്. A woman up to 16 years is considered as child, Bala. After that, up to 30 years, she is considered as Taruni. And then Praudha and Vridha. അതായത് ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് ചാർട്ട്. 16 തൊട്ട് 30 വരെ തരുണി, പ്രൗഢ 30 തൊട്ട് 50 വരെ, 50-ന് ശേഷം വൃദ്ധ, ഔട്ട് കംപ്ലീറ്റ്ലി. അതായത് the sexual intercourse is contraindicated in old age, and as she is not inclined towards sex, the person having desire for sex opine that young girl Bala is ideal during summer and autumn, youth during winter, and middle-aged women during rainy. അതായത് ചൂട് സമയത്ത് ചെറുപ്പക്കാരികളും അതിങ്ങനെ സീസൺ മാറുന്നതനുസരിച്ച് സ്ത്രീകളെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല സുഹൃത്തുക്കളെ, ഇത് ആയുർവേദത്തിൻ്റെ ടെക്സ്റ്റിൽ നേരത്തെ ഞാൻ സ്ക്രീൻ കാണിച്ചായിരുന്നു. ഭാവപ്രകാശം, സ്വസ്ഥവൃത്ത എല്ലാം സിലബസിലുള്ളതാണ്. പഠിപ്പിക്കുന്ന സാധനമാണിത്. മെത്തേഡ്സ് ടു എൻഹാൻസ് സ്ട്രെങ്ത് ഇൻസ്റ്റന്റേനിയസ്ലി, ഫ്രഷ് മീറ്റ്, ന്യൂ റൈസ്, യങ് ഗേൾ, നേരത്തെ പറഞ്ഞ 16 വയസ്സിന് താഴെയുള്ള പെൺകുട്ടി. Food along with milk, ghee, bath with warm water enhances the strength instantaneously. Factors which reduce strength instantaneously. അപ്പോൾ ആ 5 മാർക്കിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ കിടപ്പുണ്ട്. ഇനി മെൻസ്ട്രുവേഷൻ.
മെൻസ്ട്രുവേഷനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, കൊച്ചു 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 വ്യത്യാസങ്ങളാണ്. ബ്രാഹ്മണന് 12 ദിവസം, പക്ഷേ ഭാവപ്രകാശം പറയുന്നത് അതും സെയിമാണ്, 12 രാത്രി എന്നാണ്. ക്ഷത്രിയർക്ക് 11 ദിവസം, വൈശ്യ 10 ദിവസം, പിന്നെ അതേഴ്സ് എന്ന് വെച്ചാൽ ഈ കേരളത്തിലുള്ള ഒരുവിധപ്പെട്ട എല്ലാവരും ശൂദ്രന്മാരാണ്. അപ്പോൾ ശൂദ്രന്മാർ 9 ദിവസം മാത്രമേ ഉള്ളവർക്ക് ആർത്തവം. പ്ലീസ് നോട്ട് ദ പോയിന്റ്. ഭാവപ്രകാശം പറയുന്നത് 6 ദിവസമാണ്, 6 രാത്രിയാണ്. ഇതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇനി ആർത്തവ സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഒരു സ്ത്രീ ആർത്തവ സമയത്ത് പകൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ കുട്ടിക്ക് എക്സസീവ് സ്ലീപ്പ് ഉണ്ടാകും, കുട്ടി ഭയങ്കര ഉറക്കമായിരിക്കും. യൂസ് ഓഫ് കൊളീരിയം, മീനിങ് ഈ കൺമഷി, ആർത്തവ സമയത്ത് കൺമഷി ഇട്ടാൽ ജനിക്കുന്ന കുട്ടി അന്ധനായിരിക്കും. ആർത്തവ സമയത്ത് കരഞ്ഞാൽ കുട്ടിക്ക് പലതരത്തിലുള്ള കോങ്കണ്ണ് പോലത്തെ പ്രശ്നങ്ങളുണ്ടാകും. ഓയിൽ മസാജ് ചെയ്താൽ സ്കിൻ ഡിസീസസ്. കട്ടിങ് ഓഫ് നെയിൽസ്, അബ്നോർമാലിറ്റി ഓഫ് നെയിൽസ്, ജനിക്കുന്ന കുട്ടിക്ക് നഖം, ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഭാവപ്രകാശം പറഞ്ഞ സാധനമാണ്. റണ്ണിങ്, ഓടിയാൽ, ഫിക്കിൾ മൈൻഡഡ് എന്ന് വെച്ചാൽ ചഞ്ചലിത ബുദ്ധി. ലാഫിങ്, ചിരിക്കാൻ പാടില്ല, ചിരിച്ചാൽ ബ്ലാക്കിഷ് കളർ ഓഫ് ടീത്ത്, പല്ല് കറുത്തു പോകും. കുട്ടിയുടെ കാര്യമാണ്. എക്സസീവ് ടോക്ക്, കുട്ടി ടോക്കറ്റീവ് ആയിരിക്കും. എക്സസീവ് ഹിയറിങ്, കുട്ടി ഡെഫായി പോവും. കോമ്പിങ്, തലമുടി കോതാൻ പാടില്ല, കോതിയാൽ കുട്ടി ബോൾഡായി പോകും. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർ ശ്രദ്ധിക്കുക, നിങ്ങളുടെയൊക്കെ അമ്മമാർ ആർത്തവ സമയത്ത് തലമുടി കോതിയത് കൊണ്ടാണ് മുടി നഷ്ടമായത്. എക്സസീവ് എക്സസൈസ്, കൂടുതൽ എക്സസൈസ് ചെയ്താൽ കുട്ടി ഇൻസെയിനായി പോവും. യൂസ് ഓഫ് നസ്യ, മെൻസ്ട്രുവൽ ഡിസോർഡേഴ്സ്. അപ്പോൾ ഇത് വളരെ വളരെ വിശദമായിട്ട് പഠിപ്പിക്കുകയും ആൾക്കാർ മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ദ ഫോർമോസ്റ്റ് ആഫ്രോഡിസിയാക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട ആഫ്രോഡിസിയാക്ക് എന്താണ്? ആഫ്രോഡിസിയാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഈ ഉത്തേജന ദ്രവ്യം, ഇപ്പം എന്താ ഈ ചൈനീസ് മെഡിസിനിലൊക്കെ ഈ കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ്, കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്താ മുസ്ലി പവർ എക്സ്ട്രാ, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലേ, അതൊക്കെയാണ് ഈ ആഫ്രോഡിസിയാക്ക് എന്ന് പറഞ്ഞാൽ. അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക. അപ്പം ചാരകൻ പറയുന്നത് എന്താണെന്നറിയാം? ദ ഫോർമോസ്റ്റ് ആഫ്രോഡിസിയാക്ക് ഈസ് ദ റിപ്പോസിറ്ററി വിച്ച് ഇസ് എക്സിലറേറ്റിംഗ് വിമൻ. The favorite sense object, even singly, are exceedingly pleasant. What to be said of the female physique, where they are stationed collectively? The multitude of these sense objects is only in the female body, not anywhere else. Moreover, the sense object located in women is more pleasure-giving because there is special pleasure in women, and the progeny too is dependent on women. ഇതിൽ സ്ത്രീകളെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ സ്ത്രീകൾക്ക് എന്താണ് ഉത്തേജനം കൊടുക്കുന്നതെന്ന് തപ്പി ഞാൻ തളർന്നു പോയി സുഹൃത്തുക്കളെ, എവിടെയും കണ്ടില്ല. അപ്പോൾ അടുത്തത് ഇനി ചില പ്രതിവിധികളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാമെന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ആയുർവേദ, ഞാൻ പറഞ്ഞതല്ല, അക്കോർഡിംഗ് ടു ആയുർവേദ. ഇൻ ദ സെയിം വേ എന്തൊക്കെയാണ് കഴിക്കേണ്ട സാധനങ്ങൾ? സ്പാരോ മീറ്റ്, കുരുവിയുടെ ഇറച്ചി. ഒരു കുരുവിക്ക് എത്ര ഇറച്ചി ഉണ്ടാവും? അത് ഇന്നത്തെ വിഷയമല്ല. കാരണം അന്തക്കാലത്തുള്ള കുരുവികൾ പോലെയല്ല, അല്ല, കോഴിയുടെ സൈസായിരുന്നു. അപ്പം സ്പാരോ ഇൻ ദ മീറ്റ് ഓഫ് സൂപ്പ് ഓഫ് പാട്രിജിൻ്റെ സൂപ്പിൽ സ്പാരോയുടെ മീറ്റ് ഇടുക. എന്നിട്ട് പാട്രിജ് ഇൻ ദാറ്റ് ഓഫ് കോക്ക്. ഇതൊരു കോക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോക്ക് അല്ല, അദ്ദേഹം എഴുതിയത് റൂസ്റ്റർ എന്നുള്ള അർത്ഥം വെച്ചിട്ട് എഴുതിയാണ്. ചിരിക്കരുത്, അവിടെ ചിരിക്കാൻ പാടില്ല. പാട്രിജ് ഇൻ ദാറ്റ് ഓഫ് കോക്ക്, കോക്സ് ഇൻ ദാറ്റ് ഓഫ് പീകോക്ക്, ആൻഡ് പീകോക്ക് ഇൻ ദാറ്റ് ഓഫ് സ്വാൻ. അതായത് ഈ ഹോമിയോ മരുന്ന് ഉണ്ടാക്കുന്ന പോലെ ഒരു തുള്ളി എടുത്ത് ഇതിലിടുക, ഇതെടുത്ത് അതിലിടുക, അങ്ങനെ ഇട്ടിട്ട് ഉണ്ടാകുന്നതാണ്. വളരെ ഔഷധം ഉള്ള ഒരു സാധനമാണ്. പിന്നെ അടുത്ത സാധനം പിന്നെ നിങ്ങൾ കളക്ട് ചെയ്യേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യമുള്ള സാധനങ്ങൾ, വൺ ഷുഡ് കളക്ട് ദ സീമൻ ഓഫ് സ്പാരോ. നേരത്തെ പറഞ്ഞ സ്പാരോ അല്ല, ഇപ്പം കാണുന്ന ഈ അലവലാതി കുരുവി സ്പാരോ അല്ല. അന്തക്കാലത്തെ സ്പാരോ, കോടിയുടെ സൈസുള്ള അതിൻ്റെ സീമൻ, അതിൻ്റെ ശുക്ലം, അത് കളക്ട് ചെയ്യുക. ഇത് എങ്ങനെ കളക്ട് ചെയ്യുമെന്ന് ചാരകൻ എവിടെയും പറയുന്നില്ല. ശ്രദ്ധിക്കുക, ഡോണ്ട് പരിഹസിക്കാൻ പാടില്ല. വൺ ഷുഡ് കളക്ട് ദ സീമൻ ഓഫ് സ്പാരോസ്, സ്വാൻസ്, അരയന്നം, കോക്സ്, പൂവൻകോഴി, പീകോക്സ്, ടോർട്ടിസ്, ആമ, ആൻഡ് ക്രോക്കഡൈൽസ്. മുതലയുടെ ബീജം നിങ്ങൾ ശേഖരിക്കുക. അതാണ് ഞാനും പറഞ്ഞതല്ല, അതാണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
ഓക്കെ, ചുമ്മാ ആൾക്കാർ എന്നെ തെറ്റിദ്ധരിക്കും. അപ്പം ഇതെല്ലാം വാങ്ങിച്ച് ഇതെല്ലാം പോയി പിതുക്കിയെടുത്ത് എന്താ ചെയ്യേണ്ടത്? സസ്തിക റൈസ്, അതായത് തവിട് കളയാത്ത അരി. തവിട് കളയാൻ പാടില്ല. തവിട് കളയാത്ത അരിയിൽ ഇത് നല്ലതുപോലെ വേവിച്ച് ഡയറ്ററി ഐറ്റംസ് ലൈക്ക് പുപ്ലിക, സസ്കുലി, വാർത്തിക, പരുത്തിക്കുരു, ചെമ്പരത്തിപ്പൂ അതെല്ലാം കൂടി വാരിയിട്ട് അരച്ച് കലക്കി അണ്ണാക്കിലോട്ട് കുത്തി ഇറക്കുക. ബൈ ദ യൂസ് ഓഫ് ദീസ് എഡിബിൾസ് one enjoys the woman with full satisfaction like a horse with stiffened and steam filled organs. എഴുതി വെച്ചിരിക്കുന്ന സാധനം അതുപോലെ പറയുകയാണ്. ഇനി പുംസവനക്രിയ, ഇതാണ് ഇതിൽ ഏറ്റവും ബൃഹത്തായ ഭാഗം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ആൺകുട്ടിയെ ജനിപ്പിക്കാം എന്നുള്ള ഭാഗം. ഇത് പറയുന്നതിനോടൊപ്പം ചില സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്സും കൂടി പറയാനുണ്ട്, വിച്ച് ഇസ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് റെഗുലേഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് ആക്ട് ഓഫ് 1994 വാസ് അമെൻഡഡ് ഇൻ 2003 ടു ദ പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്. അതായത് ഈ കുട്ടിയുടെ ലിംഗം ആണാണോ പെണ്ണാണോ എന്ന് തെളിയിക്കുകയോ അതിനുവേണ്ടിയുള്ള പ്രതിവിധിയോ ചെയ്യുന്നത് ഇന്ത്യയിൽ കുറ്റകരമാണ്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കും. ഇന്ത്യയിൽ എന്തെങ്കിലും നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദത്തിന് ഇതൊന്നും ബാധകമല്ല. ആയുർവേദം നമ്മളുടെ പൈതൃകമാണ്, നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അല്ലേ? അതെ. After the onset of menstruation for 3 days, 3 ദിവസത്തേക്ക് and 3 nights. എനിക്ക് ഇപ്പോഴും മനസ്സിലായി, ഈ 3 days 3 nights എന്ന് പറയേണ്ട ആവശ്യമുണ്ട്. 3 nights എന്ന് പറഞ്ഞാൽ പോലെ അതിൽ ഇൻക്ലൂഡഡ് അല്ലേ 3 days? ഇത് ഈ മറ്റേ ബൈബിളിൽ പറയും പോലെയാണ്, 40 ദിവസവും 40 രാത്രിയും മഴ പെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കിത് ഇപ്പോഴും ഭയങ്കര കൺഫ്യൂഷനുള്ള കാര്യമാണ്. ഇവരെന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? 3 ദിവസമാണോ 3 രാത്രിയാണോ? ഈ ഹോട്ടലിലൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ കൺഫ്യൂഷൻ എനിക്കിവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഈ 3 ദിവസവും 3 രാത്രി എന്ന് പറയുന്നത് സെയിം ആണെന്ന്. ദ വുമൺ ഷുഡ് ഒബ്സർവ് സെലിബസി. ആർത്തവം കഴിഞ്ഞ് 3 ദിവസം നോ കണക്ഷൻസ് പാടില്ല. ഷുഡ് സ്ലീപ്പ് ഓൺ ദ ഗ്രൗണ്ട്, തറയിൽ കിടക്കുക. ടേക്ക് ഫുഡ് വിത്ത് ഹാൻഡ്സ് ആൻഡ് ഫ്രം അൺബ്രോക്കൺ യുട്ടൻസിൽ, ഉടയാത്ത പാത്രങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കുക. ആൻഡ് ഷുഡ് നോട്ട് ക്ലെൻസ് ഹെർ ബോഡി ഇൻ എനി വേ. കുളിക്കരുത്, 3 ദിവസത്തേക്ക് കുളിക്കരുത്. അല്ല, ഈ 3 ദിവസത്തേക്ക് കുളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ബന്ധം നടക്കുന്ന കാര്യം നമുക്ക് അണ്ടർസ്റ്റുഡാണ്. ഇത് ആദ്യമേ കൊടുത്താൽ മതിയായിരുന്നു. 3 ദിവസത്തേക്ക് സ്ത്രീ കുളിക്കരുത്, പിന്നെ ആരും അടുത്ത് വരില്ല. ഓൺ ദ 4th day ഷീ ഷുഡ് ബി അനോയിൻറ്റഡ് ആൻഡ് bathed ഫ്രം ഹെഡ് ആൻഡ് പ്രൊവൈഡഡ് വിത്ത് വൈറ്റ് അപ്പാരൽ അലോങ് വിത്ത് അണ്ടർ. ഈ ചിത്രത്തിൽ ഞാൻ ഫോർ ഡെമോൺസ്ട്രേഷൻ പർപ്പസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. വെള്ള വസ്ത്രം ധരിച്ച് പുരുഷനും സ്ത്രീയും നിൽക്കുക. Now both the partners wearing apparel, garland, പൂമാലയൊക്കെ and pleasant disposition and loving each other should enter into sexual intercourse on even day after bath if they desire a male child, or on odd days if they desire a female child. ക്ലിയർ അല്ലേ? അതായത് ഒന്നിരാടം, അതായത് ഈവൻ ഡേയ്സ് ആൺകുട്ടിക്ക് വേണ്ടിയും ഓഡ് ഡേയ്സ് പെൺകുട്ടിക്ക് വേണ്ടിയും മാത്രം ബന്ധപ്പെടുക. അപ്പോൾ when the couple ഇത് ശരീരസ്ഥാന 8-ാം അധ്യായം 16-ാം ശ്ലോകത്തിൽ പറയുന്ന ഇതാണ്. When the couple processed by the above mentioned method join together in sexual intercourse, the undamaged sperm combined with the undamaged ovum in well-washed clean clothes, the good dye produces coloring instantly after contact, or the milk combined with curdling yeast attain the form of curd, leaving its original character. എങ്ങനെയാണോ തൈരുണ്ടാകുന്നത് എങ്ങനെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പദം അതേപടിയാണ് ഞാൻ പറയുന്നത്. മിൽക്ക് കമ്പൈൻഡ് വിത്ത് കേർഡ്ലിംഗ് ഈസ്റ്റ്. Nobody is surprised? Curdling is not formed by yeast, it's formed by lactobacilli. It's a bacteria, not a fungus. അപ്പോൾ ഈസ്റ്റ് വെച്ചാണ് ഈ തൈരുണ്ടാകുന്നതെന്നാണ് ഭാവമിശ്ര പഠിച്ചു വെച്ചിരുന്നത്. എങ്ങനെയാണോ തൈരുണ്ടാകുന്നത് അങ്ങനെയാണ് ശുക്ലം ആർത്തവ രക്തവുമായി കമ്പൈൻ ചെയ്തിട്ട് കുട്ടി ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ദി സ്പേം ഓപ്പറേറ്റ്സ് ലൈക്ക് ദിസ്. ഇത് 5 കൊല്ലം ആയുർവേദം പഠിക്കുന്ന സ്റ്റുഡൻസ് പഠിക്കുന്ന കാര്യമാണ്. ശരീരസ്ഥാന 8-ാം അധ്യായം 18-ാം ശ്ലോകം പറയുന്നത് ഇതാണ് ഏറ്റവും എന്നെ ഷോക്ക് ചെയ്ത കാര്യം. ആഫ്റ്റർ ടേക്കിംഗ് 2 undamaged leaf buds, എങ്ങനെ ഒരു ആൺകുട്ടിയെ ജനിപ്പിക്കാം? മെഷേഴ്സ് വിച്ച് ഹെൽപ്പ് പ്രൊക്രിയേറ്റ് എ മെയിൽ പ്രോജനി. ആൺകുട്ടിയെ ജനിപ്പിക്കേണ്ട രീതി. ബിഫോർ ദ ഫീറ്റസ് ഇസ് മാനിഫെസ്റ്റ്, ആഫ്റ്റർ ടേക്കിംഗ് 2 undamaged leaf, 2 ഇലകൾ
ഫ്രം ദ ഈസ്റ്റേർലി ആൻഡ് നോർത്തേൺലി ബ്രാഞ്ചസ് ഓഫ് ദ ബാനിയൻ ട്രീ. തെക്കോട്ടോ വടക്കോട്ടോ നിൽക്കുന്ന, ചിരിക്കില്ലേ, ഇതെന്നെ ചിരിപ്പിക്കില്ലേ, 3 undamaged leaf buds, easterly and northerly branches of the banyan tree grown in a common place, പൊതുസ്ഥലത്ത്, അല്ലാതെ ആരുടെയും പറമ്പിലൊന്നുമല്ല, പുറമ്പോക്ക് സ്ഥലത്ത് വളരുന്ന അതിൽ കോമൺ പ്ലേസ്. ആൻഡ് പുട്ടിംഗ് ദം ഇൻ കേർഡ്, തൈരിൽ ഇട്ട്, അലോങ് വിത്ത് 2 excellent black gram, 2 കൂടുതൽ, 3 പാടില്ല, 1 പാടില്ല, 2 black gram, white mustard seeds, വെള്ള കടുക് മണി 2 ഓൺലി 2. ഒരെണ്ണം ഉരുണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് വരണമെന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഗിവൺ ഇൻ ദ വുമൻ ടു ഡ്രിങ്ക് ഇൻ പുഷ്യൻ നക്ഷത്രം. പുഷ്യൻ നക്ഷത്രം വരുമ്പോഴാണ് ഇത് അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. സിമിലർലി ദ പേസ്റ്റ് ഓഫ് ജീവിക, ഇതൊക്കെ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് സംസ്കൃതം വളരെ വീക്കായതുകൊണ്ട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ജീവിക, രസഭക, അപമാർഗ ആൻഡ് സരിയാക്ക, ഇതൊക്കെ ഇപ്പോഴും ഉണ്ടാകും, അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ഇതൊക്കെ കാലഘട്ടപ്പെട്ടു പോയി കാണും. കളക്റ്റീവ്ലി ഓർ ഇൻഡിവിജ്വലി ആസ് റിക്വയർഡ്. ഇതിൻ്റെ എല്ലാം ഭാഗം ക്ലിപ്പ് ചെയ്തെടുത്ത് യൂട്യൂബിൽ പറയണം. കാരണം കൈപ്പള്ളിക്ക് ഒരു തേങ്ങ അറിഞ്ഞൂടെ എന്തൊക്കെയാണ് വിളിച്ച് പറയണമെന്ന്. പക്ഷേ ഫാക്ട് ഓഫ് ദ മാറ്റർ ഈസ്, ഇത് ഞാൻ പറഞ്ഞതല്ല, ഭാവമിശ്ര എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്, പിള്ളേരെ പഠിപ്പിക്കുന്ന സാധനമാണ്. ആഡഡ് വിത്ത് മിൽക്ക് ഓർ പുട്ടിംഗ് കുടിയ കിട്ടക്ക, എ ടൈപ്പ് ഓഫ് ഇൻസെക്ട്, ഏതോ ഒരു പുഴുവിനെയും കൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് പുഴുവല്ല, സോറി, അതൊരു, ഞാൻ പിന്നെ തപ്പിയത്, ഇറ്റ്സ് ആക്ച്വലി എ ഗെക്കോ, മറ്റേ പല്ലി, ഒരു പല്ലിയും കൂടി തല്ലിക്കൊന്ന് ഇതിലോട്ട് ഇടണം. ഓർ മത്സ്യക, അല്ലെങ്കിൽ കിട്ടുന്ന എവിടെയെങ്കിലും കിട്ടുന്ന ഒരു കൊച്ചു മീനിന്, ഒരു ചെറിയൊരു മീനും കൂടി. ഓർ ഇൻ എ ഹാൻഡ്ഫുൾ ഓഫ് വാട്ടർ ഷുഡ് ബി ഗിവൻ ടു ഡ്രിങ്ക് ഇൻ പുഷ്യം നക്ഷത്രം. പുഷ്യം നക്ഷത്രം അവിടെ തന്നെ ഇപ്പോഴും നിൽപ്പുണ്ട്. സ്മോൾ ആൻഡ് ഫയർ കളേർഡ് മാൻ ഷേപ്ഡ്, പിന്നെ കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. അതിലെല്ലാം മൂക്കിൻ്റെ അകത്തുകൂടി ലിക്വിഡ് കയറ്റി വിടുക, മാവ് കുഴച്ച് കുടിപ്പിക്കുക. ഇത് ആൺകുട്ടി ഉണ്ടാവാനാണ്. വാട്ട് എവർ യൂസ്ഫുൾ മെഷേഴ്സ് ഫോർ പുംസാവന ഈസ് സജസ്റ്റഡ് ബൈ ബ്രാഹ്മണാസ് ഓർ റിലയബിൾ ലേഡീസ്. അതായത് ബ്രാഹ്മണന്മാർ, ഇനിയിപ്പോൾ ഒരു ബ്രാഹ്മണനെ പോയി തപ്പിയെടുക്കണം, പാലക്കാട്ടൊക്കെ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്തൊക്കെ പോയിട്ട് ഒരു നല്ല കൊള്ളാമെന്നുള്ള ബ്രാഹ്മണനെ കണ്ടുപിടിച്ചിട്ട് അവൻ പറയണത് കേൾക്കുകയും വേണം, അവൻ പറയണത് അനുസരിച്ചും ചെയ്യാം. പിന്നെ റിലയബിൾ ലേഡീസ്, അല്ലാതെ ഈ തെക്കേതിലെ ശാന്ത ചേച്ചിയും വടക്കേ ഭാഗത്ത് നിൽക്കുന്ന ഫാത്തിമ താത്താട എന്നും ഉപദേശമല്ല. റിലയബിൾ ലേഡീസ് പറയുന്നത് കേൾക്കുക. ദാറ്റ് ഷുഡ് ഓൾസോ ബി അപ്ലൈഡ്. Thus the measures of പുംസാവന ആർ സെഡ്. ഇതാണ് പുംസാവന. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയം നിങ്ങൾക്ക് ആൺകുട്ടി ജനിക്കും. പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നേറ്റൽ ഡയഗ്നോസ്റ്റിക്സ് ആക്ട് 1994 ഞാൻ നേരത്തെ വായിച്ച്, അത് പ്രകാരം ഇത് കുറ്റകരം കൂടിയാണ്. ഇനി ഡെലിവറി, അപ്പോൾ പ്രസവം വരെ നമ്മൾ എത്തി. ഇൻ കേസ് ഓഫ് ഒബ്സ്ട്രക്ഷൻ, അപ്പം ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ സാധാരണ ഈ മോഡേൺ മെഡിസിൻ്റെ രീതിയിലൊക്കെ കുറേ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ കൊടുക്കും, അതുപോലെ പേഷ്യൻറ്റിനെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആക്കും, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇൻ കേസ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ഓഫ് ഡെലിവറി ഓഫ് ദ ഫീറ്റസ്, ചില വാക്കുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ പോകുമ്പോൾ അവന്മാർ കട്ട് ചെയ്ത് കളയും. അതുകൊണ്ട് ഞാനിവിടെ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. ദ ഷുഡ് ബി ഫ്യൂമിഗേറ്റഡ്, സ്ത്രീയുടെ ജെനിറ്റൽ ഏരിയയിൽ ഷുഡ് ബി ഫ്യൂമിഗേറ്റഡ് ബൈ ദ പീൽ ഓഫ് എ ബ്ലാക്ക് സ്നേക്ക്. ഒരു കറുത്ത പാമ്പിൻ്റെ, അതിനെ തല്ലിക്കൊന്ന്, ചിരിക്കല്ലേ, സീരിയസ് കാര്യങ്ങളാണത്. ആയുർവേദത്തിൽ പറയുന്ന ഒരു കറുത്ത പാമ്പിൻ്റെ തൊലി ഉരിച്ചെടുത്തുകൊണ്ട് പുകച്ച് അവളുടെ അണ്ടർഭാഗത്തേക്ക് അടിച്ചു വിടുക. പിന്നെ അതിൻ്റെ കൂടെ ഹരിയ പുഷ്പി എന്ന് പറയുന്ന ഒരു ഫ്ലെയിം ലില്ലി, അതിൻ്റെ പൂവും കൂടി അരച്ച് ചേർത്തോളൂ. ഷുഡ് ബി ടൈഡ് ടു ദ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ഓഫ് ദ റൂട്ട്സ് ഓഫ് സുവർക്കല, അംബ്രല്ല പ്ലാന്റ് ഓർ വിശാല. ദിസ് മേ ബി ഡൺ ഈവൻ ഇൻ നോൺ ഡെലിവറി ഓഫ് ദ ജരായു. അതായത് പ്ലാസൻറ്റ വന്നില്ലെങ്കിലും ഇതേ പ്രവൃത്തി തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഷീ ഷുഡ് ബി, എന്നിട്ട് ഇനിയാണ് കോമഡി, ഷീ ഷുഡ് ബി ലിഫ്റ്റഡ് അപ്പ് ദ ആംസ് ആൻഡ് ഷേക്കൻ ഹെർ വേസ്റ്റ് ഹിറ്റ് ഹാർഡ് ബൈ ഹെർ ഓൺ ഹീൽസ്. ഇമാജിൻ ദിസ്. അതായത് കാല് മടക്കി, പ്രസവിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ത്രീയെ പൊക്കിയെടുത്ത് കാല് മടക്കി അവളുടെ നടുവിന് അവളെ കാല് കൊണ്ട് തന്നെ ചവിട്ടിപ്പിക്കുക. എന്നിട്ട് and her buttocks should be squeezed hard. Palate and throat tickled with plate of hair. തലമുടിയുടെ അറ്റം തൊണ്ടയിൽ ഇങ്ങനെ കിരിക്കിരി ഇങ്ങനെ വെച്ചിട്ട് അത് ഇക്ലിയാക്കുക. മിൽക്കി സാപ്പ് ഓഫ് സ്നൂഹി അപ്ലൈഡ് ലോവർ സ്കാൽപ്പ്, പേസ്റ്റ് ഓഫ് ഐദർ എനിവൺ ടു ഓർ ഓൾ ഓഫ് ബുർജ. ഇങ്ങനെ കുറേ പരിപാടികൾ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കറുത്ത പാമ്പിൻ്റെ തോൽ ഉരിച്ച് അടിച്ചു കയറ്റുക എന്നുള്ളതാണ്. ഇനി ഈ ശരീരസ്ഥാനം 8-ാം അധ്യായം 27-ാം ഭാഗത്തുമാണ്. ഇഫ് ദ ഫീറ്റസ് ഇസ് ബിനംഡ്,
യുനോ and does not quicken. The anangatha fetus anangunnilla. The lady should be advised to take soft, sweet and cold cooked rice of red, അതായത് മറ്റേ തവിട് കളയാത്ത അരി അത് കുടിപ്പിക്കുക, along with meat soup of falcon, fish, ഗായൽ cow and പീകോക്ക്. അതായത് നമ്മുടെ ദേശീയ പക്ഷിയെ പോലും അടിച്ചു കൊന്ന് സൂപ്പാക്കി കൊടുക്കണം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. പിന്നെ കോക്കുണ്ട്, പാട്രിജ് ഉണ്ട്, ഇതും കൂടി ചേർക്കുക. ഗീ, സൂപ്പ് ഓഫ് ബ്ലാക്ക് ഗ്രാം സൂപ്പ്, ഈ ഗ്രാം സൂപ്പ് എല്ലായിടത്തുണ്ട്. സൂപ്പ് ഓഫ് റാഡിഷ് ആഡഡ് വിത്ത് പ്ലെൻറ്റി ഓഫ് ഗീ, ഇതെല്ലാം കൂടി കലക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടി അനങ്ങുന്നില്ല. കുട്ടി അനങ്ങാത്തതിനാണ്, ഫീറ്റസ് മൂവ്മെൻ്റ് ഇല്ല, തപ്പി നോക്കിയപ്പോഴത്തേക്ക് അനക്കമില്ല. അപ്പോൾ ഇത് കുടിപ്പിച്ചാൽ മതി, അപ്പോൾ ഉടനെ ചാടി കുട്ടി എണീക്കും. പ്രത്യേകിച്ച് ഈ ഫാൽക്കണും പീകോക്കിൻ്റെയൊക്കെ സൂപ്പ് കൊടുത്താൽ ചിലപ്പോൾ കുട്ടി എണീക്കുമായിരിക്കും. Moreover, she should be massaged frequently with lukewarm oil in the region of abdomen, pelvis, groin, thigh, waist, sides and back. എങ്ങനെയുണ്ട്? ഇത്രയും നല്ല വിശദമായിട്ട് നിങ്ങൾ മോഡേൺ മെഡിസിനിലുള്ള ടെക്സ്റ്റുകളിൽ പോലും ഇത്രയും ഡീറ്റെയിൽഡ് കാണില്ല. അതിനെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഈ ഗർഭാവസ്ഥയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ കുറച്ചൊന്ന് ബാക്കിലോട്ട് പോയാണ്. ഗർഭാവസ്ഥയിൽ നേരത്തെ ആർത്തവ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു, എനിക്ക് 4 മിനിറ്റും കൂടി ഉള്ളൂ. ഗർഭാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സിറ്റിംഗ് ഓൺ റഫ് ഓർ അൺഈവൻ ഹാർഡ് സീറ്റ്, ഈ പാർപ്പുറം, കുഷനില്ലാത്ത ബെഞ്ച്, ഇതുപോലെ സ്ഥലത്തിരുന്ന ഫീറ്റസ് ഡൈസ് ഇൻ ദ വൂംബ് ഓർ പ്രിമച്വർ ബർത്ത്. സപ്രസിങ് ഏർജ് ഓഫ് വിൻഡ്, അതായത് മൂത്രമൊഴിക്കാതിരിക്കുക, വളിവിടാതിരിക്കുക, മലശോചനം നടത്താതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീറ്റസ് ഡ്രൈസ് അപ്പ്, അങ്ങനെ ഉണങ്ങിപ്പോവും ഫീറ്റസ്. പൊട്ടൻഷ്യൽ ഡാമേജ് ടു ദ ഫീറ്റസ്. അണ്ടർഗോയിങ് സ്ട്രെനുവസ് ആൻഡ് അൺസസ്റ്റൈനബിൾ ഫിസിക്കൽ എക്സസൈസ്, ഒരു വലിയ ലിസ്റ്റ് ഉണ്ട് കേട്ടോ. കോൺസ്റ്റന്റ് ഗ്രീഫ്, ഇൻക്രീസ് റിസ്ക് ഓഫ് ഗിവിംഗ് ബർത്ത് ടു ടിമിഡ്, അൺഡെവലപ്ഡ് ഓർ ഷോർട്ട് ലിവ്ഡ് ചൈൽഡ്. അമ്മ കള്ളിയാണെങ്കിൽ, മോഷണം നടത്തുന്ന അമ്മയാണെന്നുണ്ടെങ്കിൽ, ഇൻക്രീസ് റിസ്ക് ഓഫ് ഗിവിംഗ് ബർത്ത് ടു എക്സേർട്ടിംഗ് റാത്ത്ഫുൾ ഇനാക്റ്റീവ് ചൈൽഡ്. നിരന്തരം കിടന്ന് ഉറങ്ങുന്ന ഗർഭിണികളായ സ്ത്രീകൾ നിരന്തരം കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ, ഇൻക്രീസ് റിസ്ക് ഓഫ് ഗിവിംഗ് ബർത്ത് ടു ഡ്രൗസി, അൺവൈസ്, ഡെഫിഷ്യൻറ്റ് ഇൻ ഡൈജസ്റ്റീവ് പവർ. ഡൈജസ്റ്റീവ് പവറിൽ IBS ഒക്കെ ഉള്ള കുട്ടികളെ ജനിപ്പിക്കും. കോൺസ്റ്റൻറ്റ് വൈൻ കൺസംഷൻ, ഫുൾ ടൈം വെള്ളമടിക്കുന്ന തള്ളയാണെന്നുണ്ടെങ്കിൽ, ഇൻക്രീസ് റിസ്ക് ഓഫ് ഗിവിംഗ് ബർത്ത് ടു തേഴ്സ്റ്റി, പുവർ മെമ്മറി ഓർ അൺസ്റ്റേബിൾ ചൈൽഡ്. അപ്പോൾ ഇതൊക്കെയാണ്, കുറേ ഉണ്ട്. ഞാൻ ലിസ്റ്റ് എങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് മനസ്സിലായത് നമുക്ക് സമയമില്ല. എന്നിരുന്നാലും ആസ് എ ബോണസ് മെറ്റീരിയൽ, ഇത് ഗർഭവുമായിട്ട് ബന്ധമുള്ള സാധനമല്ല, ഇത് വെറുതെ ബോണസ് മെറ്റീരിയലാണ്. അതായത് ആയുർവേദത്തിൽ എങ്ങനെ മദ്യപിക്കണം എന്ന് പറയുന്നുണ്ട്. ഹി ഷുഡ് അപ്ലൈ ദ മോസ്റ്റ് പ്ലീസിങ് പെർഫ്യൂംസ് ആൻഡ് ഹാവ് പ്ലസൻറ്റ് ഡിസ്പൊസിഷൻ. ഹി ഷുഡ് വെയർ ക്ലീൻ ക്ലോത്ത്സ് പെർഫ്യൂംഡ് വിത്ത് സ്ട്രോങ് സെൻറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റിക്വയർമെൻറ്റ് ഓഫ് ദ സീസൺ. ഹി ഷുഡ് വെയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാർലൻഡ്, വെരിഗേറ്റഡ് കളേഴ്സ്. അങ്ങനെ പോയിട്ട് ദ പേഴ്സൺ കംഫർട്ടബിളി സിറ്റിംഗ് ഇൻ ലൈങ് ഇൻ ആൻ ഇൻകംബന്റ് പൊസിഷൻ ഓവർ ദ അബവ് മെൻഷൻ സീറ്റ് ഓഫ് ഓർ ബെഡ് ഷുഡ് ഡ്രിങ്ക് alcohol served to him in a beaker of gold, silver or costly stone or in other clean and well preserved vessels. ഇതെല്ലാം കഴിഞ്ഞിട്ട് along with the alcohol he should take different types of roasted meat preparations of animals and birds inhabiting the land, water and sky and other various type of eatables prepared by expert cooks. Before drinking he should offer prayer to the gods and solicit their blessings. ഇനി വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് തറയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രതിവിധികൾ. ആൽക്കഹോളിസം റെമഡി, ഇതാണ് ഇതിൽ ഏറ്റവും രസകരം. എങ്ങനെ വെള്ളം അടിക്കണമെന്ന് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനി പേഴ്സൺ സഫറിങ് ഫ്രം പാനത്തായ, അതായത് വെള്ളമടി, ഓവർ ഡ്രിങ്കിങ് ഓഫ് വൈൻ, മേ ഇൻഡൽജ് ഇൻ പ്ലെഷേഴ്സ് ഓഫ് 5 sense organs, കൺസ്യൂമിങ് സോഫ്റ്റ് ഡ്രിങ്ക്സ് സച്ച് ആസ് ബിയർ. ഇത് വെള്ളമടിക്കുള്ള പ്രതിവിധിയാണ്. Drinks such as beer which are cordial and comfortable to the mind always. Women of middle age, പ്രായം കുറഞ്ഞ സ്ത്രീകൾ, who have curvy thighs, ഞാൻ ഉണ്ടാക്കുന്നതല്ല, എഴുതി വച്ചിരിക്കുന്നതാണ്, curvy thighs and buttocks, full elevated breast, ചുമ്മാ ഈ തൂങ്ങി കിടക്കുന്ന ബ്രസ്റ്റുകളൊന്നും പറ്റില്ല, എല്ലാം എലവേറ്റഡ് ബ്രസ്റ്റുകളായിരിക്കണം. ബെൻഡ് ഇൻ തിൻ അബ്ഡമൻ, ഇതുപോലത്തെ വയറ് പറ്റില്ല. തിൻ അബ്ഡമൻ. ബോഡി അഡോൺ വിത്ത് ഫ്രഷ് യൂത്ത്ഫുൾ mirth ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ഒബ്ജക്ട്സ് ഓഫ് സെൻസ് ഓർഗൻ ഷുഡ് കീപ് ദ പേഴ്സൺ എൻഗേജ്. ഈവൻ ബിയർ അടിച്ചുകൊണ്ടിരിക്കുമ്പം ഇവരിങ്ങനെ റെഗുലറായിട്ട് and engage in sex plays, foreplay നടത്തുക. Or water made cool by soaking lamijaka, abruha,
padma, tamara, and chandana may be poured on the body of the person suffering from burning sensation. വെള്ളം അടിച്ച് നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ചന്ദനമൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ തേക്കുക. ഹി മേ പ്ലേ ഇൻ ദ പോണ്ട് കണ്ടെയ്നിങ്, അങ്ങനെ ഉല്ലസിച്ച്. ഇമാജിൻ ദിസ് തിങ്സ്, യു ഹാവ് ടു ഇമാജിൻ. അവൻ ഇങ്ങനെ വെള്ളം അടിച്ച് കോൺ തിരിഞ്ഞ് ഇങ്ങനെ പോണ്ടിൽ ഇങ്ങനെ നീരാടുകയാണ്, കുട്ടികളെ നീരാടുകയാണ്. റിമൂവ്ഡ് ഓഫ് ഡെർത്ത് ഫുൾ ഓഫ് ഫ്രഷ് വാട്ടർ കണ്ടെയ്നിങ് പദ്മ, ലോട്ടസ്, ഉത്പല, ലില്ലി ആഫ്റ്റർ ഗെറ്റിംഗ് ഹിസ് സ്കിൻ മസാജ്ഡ് ബൈ ദ ഹാൻഡ്സ് ഓഫ് വിമൻ. സ്ത്രീകൾ ഒരു ഉപകരണമായിട്ടാണ് എല്ലായിടത്തും വന്നിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് എന്തൊക്കെ വേണമെന്നോ എവിടെയും നിങ്ങൾ നോക്കിയാൽ കാണില്ല. ദോസ് വിമൻ ഷുഡ് ടച്ച് ഹിം വിത്ത് പെറ്റൽസ് ഓഫ് ലോട്ടസ് ഫ്ലവേഴ്സ്. താമര ഇതളുകൾ കൊണ്ട് വെള്ളമടിച്ച് കോൺതിരിഞ്ഞ് കിടക്കുന്നവനെ തടവുക. വിത്ത് ദിയർ ഹാൻഡ്സ്, തൈസ്, ഫേസ് ആൻഡ് ഹാർഡ് ബ്രസ്റ്റ്സ്. Or women well versed in water sports of sweet temperament should make him happy with pleasing manners and pleasant talk. ഇതാണ് ആയുർവേദത്തിലെ സ്ത്രീവിരുദ്ധത. കറക്റ്റ് ടൈം, സോറി. ആയുർവേദത്തിലെ സ്ത്രീവിരുദ്ധത. ഇനി ആരെങ്കിലും ആയുർവേദത്തിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടോ സ്ത്രീകളുടെ പ്രസവ ശുശ്രൂഷ ഉണ്ടെന്നോ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പ്രസൻറ്റേഷൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. എല്ലാത്തിൻ്റെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ ടൈം. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. ചോദ്യമില്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആയുർവേദത്തിൽ ഒരു ഫണ്ടമെൻ്റൽ എറർ, ആയുർവേദമായിരുന്നാലും ഏത് നാട്ടുചികിത്സ കാട്ടുചികിത്സ ഇതിലുള്ള ഫണ്ടമെൻ്റൽ എറർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് കഴിക്കുന്ന, നമ്മളിന്ന് മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് 40 to 45% of modern medicine drugs have its origin in plants, in phytochemicals. അപ്പോൾ ഈ ഫൈറ്റോകെമിക്കൽസിനെ നമ്മൾ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പം ഇപ്പോൾ ഒരു വലിയ നീണ്ട നിര തന്നെയുണ്ട്. ഇപ്പോൾ ആസ്പിറിൻ, മോർഫിൻ, ക്വിനൈൻ, ഡിജോക്സിൻ, റെസ്പിറിൻ, വിൻബ്ലാസ്റ്റിൻ, വിൻക്രിസ്റ്റിൻ, ഇതുപോലത്തെ കുറേ ആൽക്കലോയിഡ്സ് പ്ലാന്റ്സിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് റീഎൻജിനിയർ ചെയ്ത് അതിലുള്ള പാർശ്വഫലങ്ങളെല്ലാം മാറ്റി 10-15 വർഷത്തിൻ്റെ ക്ലിനിക്കൽ ട്രയൽസിൽ കൂടിയാണ് നമ്മൾ ഇന്ന് കഴിക്കുന്ന, ഇൻക്ലൂഡിങ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്ന ഡൈക്ലോഫെനാക്ക്, പാരസെറ്റമോൾസ്, ഇതെല്ലാം ആ പ്രോസസ്സിൽ കൂടി കടന്നു വന്നതാണ്. അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വി നോ എക്സാക്ട്ലി വാട്ട് ഈസ് ദ കെമിക്കൽ ദാറ്റ് ഗോസ് ഇൻ ടു മേക്കിംഗ് ദോസ് ഡ്രഗ്സ്. ആയുർവേദത്തിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ആയുർവേദം ഇഗ്നോർസ് ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ. കാരണം എവല്യൂഷണറി ഈ പറയുന്ന കെമിക്കൽസിൽ മാറ്റങ്ങൾ വരും. ഓരോ സീസൺ മാറുമ്പോഴും തന്നെ അതിൻ്റെ അകത്തുള്ള കെമിക്കലിൻ്റെ, ഇപ്പം കാപ്സിയാസിൻ, ഈ മുളക്, നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ ഉള്ള വീടുകളിലുള്ള മുളകുകൾ, ഈ മുളകുകൾ തന്നെ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടായിരിക്കും അതിൻ്റെ ടേസ്റ്റും കളറും നിറവും മണവും ഒക്കെ വരുന്നത്. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഇതിൻ്റെ അകത്തുള്ള ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസാണ്. എന്തിനാണ് ഇത് കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആസ് എ ഡിഫെൻസ് മെക്കാനിസം ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് predation. പ്രാണികൾ, കാറ്റർപില്ലേഴ്സ്, ബേർഡ്സ്, അതുപോലെ ഹെർബിവോർസ്, ഇവരെല്ലാം ഈ സസ്യങ്ങളെ ആക്രമിക്കുമ്പോഴേക്കും അതിൻ്റെ പ്രതിരോധ മാർഗമായിട്ടാണ് ഈ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കെമിക്കൽസിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. വി ആർ യൂട്ടിലൈസിങ് ദിസ് ഫോർ അവർ മെഡിസിനൽ പർപ്പസസ്. ഇതിനുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ദിസ് ഇസ് നോട്ട് കൺസിസ്റ്റൻറ്റ്. സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഇത് ഒരു കൃഷിയിടത്തിൽ പോലും അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബയോ അവൈലബിലിറ്റി, നമ്മൾ ഏത് കെമിക്കലിനെയാണോ ഉദ്ദേശിക്കുന്നത് ആ ബയോ അവൈലബിലിറ്റി ഉണ്ടാവില്ല. മാത്രമല്ല ഇതിനെ ഐസൊലേറ്റ് ചെയ്യുന്നില്ല ആയുർവേദത്തിൽ. ഇതിനെ സമൂലമായിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇതിനെല്ലാം നിങ്ങൾ നോക്കിയാൽ അറിയുന്നത്, ഒരു ലേബൽ എടുത്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് സസ്യങ്ങളുടെ പേരാണ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ കെമിക്കലിൻ്റെ പേരല്ല എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ സസ്യങ്ങളുടെ പേര് അതിൽ എഴുതുമ്പോഴത്തേക്കും അതിൻ്റെ ഏത് ഭാഗമാണ്, പല ഭാഗത്തും പലതായിരിക്കും അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഇൻകൺസിസ്റ്റൻസി ആൻഡ് അൺറിലയബിലിറ്റി ഈ സസ്യങ്ങൾക്കുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ആംപ്ലിഫൈഡ് ആവുകയും ചെയ്യും. സം കെമിക്കൽസ് വിച്ച് ആർ ബിനൈൻ, ചെറിയ ഡോസിൽ വളരെ ബിനൈൻ ആയിട്ടുള്ള കെമിക്കൽസ് നമ്മളതിനെ അക്യുമുലേറ്റ് ചെയ്ത് റിഡ്യൂസ് ചെയ്ത് ഹീറ്റും കൂടി ചെയ്യും. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തെർമലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ചില പ്രോട്ടീൻസ് ദേ വിൽ ബ്രേക്ക് അപ്പ് ആൻഡ് ദേ വിൽ ബിക്കം toxic. So it is completely unreliable and unpredictable process of using the plant as is. Yes. Hi Nisha, it's a wonderful presentation. Thank you. Thank you. So the presentation കാണുമ്പോൾ തന്നെ അറിയാം, most of the treatments that are prescribed here is kind of absurd, right? It is absolutely absurd. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ആയുർവേദ ചികിത്സയിൽ practically is any of these followed? If not, what exactly is followed in Ayurveda?
regarding all of these subjects that you cover? I am not qualified or specialized in answering that specific question. കാര്യം അത് ഒരു പ്രാക്ടീഷണർ പറയേണ്ട കാര്യമാണ്. പക്ഷേ എങ്കിലും എനിക്ക് അറിയാവുന്ന ചില ആയുർവേദിക് പ്രാക്ടീഷണേഴ്സ് who have abandoned this process. അതിനു മുമ്പ് തന്നെ I want to thank you for reminding me. എനിക്ക് ഈ പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനായിട്ട് എന്നെ സഹായിച്ച, അതായത് വർഷങ്ങളായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് സയൻസ് ബ്രിഗേഡ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ, ഇറ്റ്സ് എ ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതിനകത്ത് ഈ പറയുന്ന ഇതിൽ ഒരു പേരും കൂടി ആഡ് ചെയ്യാനുണ്ട്, വിച്ച് ഇസ് ഡോക്ടർ കാന സുരേഷ്, ഡോക്ടർ സിറിയാക് എബി ഫിലിപ്സ്, ഡോക്ടർ ഇജാസുദ്ദീൻ, ഡോക്ടർ ടോണി ഫിലിപ്സ് ആൻഡ് ഡോക്ടർ ഫിൽജിൻ ജോർജ്. ഇവരാണ് ഈ മെറ്റീരിയലിൻ്റെ ഇത്രയും ഭാഗം ഞാൻ അതിൽ നിന്നും ക്രോഡീകരിച്ചെടുത്താണ്. ഇത് നിരന്തരമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഡേറ്റാബേസിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്നും കുറച്ച് ഭാഗം ഞാൻ അടർത്തിയെടുത്ത് അവതരിപ്പിച്ചാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറുണ്ട്. യു കനോട്ട് ഗോ ഡീവിയേറ്റ് ലൈക്ക് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ ബുക്ക്. അവർക്ക് ഒരു ഓഡിറ്റ് ട്രയലുണ്ട്, അവരെന്തൊക്കെ ചെയ്തു, അവരാരെയൊക്കെ ട്രീറ്റ് ചെയ്തു, അതുപോലെ അവരെന്താണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്നുള്ള ഇൻഷുറൻസ് കമ്പനിക്ക് അറിയാം. അവിടെ ഒരു ക്രോസ് വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രോസസ്സ് ആയുർവേദത്തിലില്ല. അതുകൊണ്ട് തന്നെ ഇഫ് യു ആർ എ സ്മാർട്ട് ആയുർവേദിക് പ്രാക്ടീഷണർ ഇത് അവോയ്ഡ് ചെയ്തിട്ട് മോഡേൺ മെഡിസിൻ അതിൻ്റെ സൈഡിൽ കൂടി അവർ കൊടുക്കാൻ ശ്രമിക്കും. എന്നിട്ട് അയാളൊരു നല്ല ഒരു ഇഫ് ഈസ് ഓണസ്റ്റ് ആൻഡ് സിൻസിയർ ഹി വുഡ് റെഫർ ദാറ്റ് പേഷ്യൻറ്റ് ടു എ പ്രോപ്പർ മോഡേൺ മെഡിക്കൽ പ്രാക്ടീഷണർ. ഇത് കയ്യിൽ നിൽക്കാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വിടും. ഒരുപാട് പേര് ഹോമിയോക്കാരാണെങ്കിലും ആയുർവേദക്കാരാണെങ്കിലും രഹസ്യമായിട്ടെങ്കിലും പാരസെറ്റമോളും ഡൈക്ലോഫിനാക്കും ഐബുപ്രൂഫനും ഒക്കെ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അത് കുറ്റകരമാണ്. അങ്ങനെ യു കനോട്ട് പ്രിസ്ക്രൈബ് മോഡേൺ മെഡിസിൻ വെൻ യു ആർ നോട്ട് ലൈസൻസ്ഡ് ടു പ്രിസ്ക്രൈബ് ദോസ് ഡ്രഗ്സ്. അതിൽ പ്രിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി എൻ MBBS ഡോക്ടർ ഇന്ത്യയിൽ. അതുപോലെ തന്നെ വിദേശത്തും നമുക്ക് നമ്മളുടെ മേഖലയിൽ പെടാത്തൊരു സാധനം, നമുക്ക് ട്രെയിനിങ് ഇല്ലാത്ത ഒരു സാധനം, ഷെഡ്യൂളിൽ പെടാത്ത അവരുടെ വർക്ക് ഫ്ലോയിൽ പെടാത്തൊരു സാധനം പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇന്ന് വിദേശത്ത് പ്രത്യേകിച്ചും യൂറോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആയുർവേദം മോസ്റ്റ്ലി മസാജ് ആൻഡ് ഈ ഫിസിയോ കുറേ പരിപാടിയൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഫിസിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അനാറ്റമി പഠിക്കണം. അനാറ്റമി ഇല്ലാത്തൊരു സംഭവമാണ് ആയുർവേദം. ആയുർവേദത്തിൽ 365 എല്ലുകളാണ് ആയുർവേദത്തിൽ ചരകം പറയുന്നത്. ഐ ഡോണ്ട് ഹിയർ എ റിയാക്ഷൻ. 206 എല്ലാണ് നമുക്ക് ശരീരത്തിൽ എങ്ങനെ ഇട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് എണ്ണിയാലും. മറ്റത് 360 എല്ലുകൾ, 360 65 എന്തായാലും 360 എല്ലുകളാണ് ചരകനിൽ നമ്മുടെ ശരീരത്തിൽ. നമ്മുടെ ഒരു ബോഡി അഴുകിക്കഴിഞ്ഞാൽ നമുക്ക് നുള്ളിപ്പറക്കി എടുക്കാമെന്നുള്ള സാധനം അതുപോലെ അവന്മാർ തെറ്റിച്ചെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ there is no biochemistry, there is no respiratory system, there is no lymphatic system. It doesn't even explain how blood circulation works in the body. വാത പിത്ത കഫ എന്ന് പറയുന്ന 3 സംഭവങ്ങളും പിന്നെ പഞ്ചഭൂത എന്ന് പറയുന്ന കുറേ അംബിഗ്വസ് ആയിട്ട് നമുക്ക് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റാത്ത, ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ വെച്ചിട്ട് പോകുന്ന ഒരു സങ്കല്പശാസ്ത്രമാണ്. ശാസ്ത്രം എന്ന് പറയാൻ പറ്റില്ല. Any other questions? Yes. Microphone. We have to we need someone to move the mic around. എൻ്റെ ടൈം തീരുമ്പോൾ എന്നെ റിമൈൻഡ് ചെയ്യണേ. കൈപ്പൊളി, നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു ശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ ശാസ്ത്രം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ആ ഒരു സങ്കല്പം എന്ന് പറയാം, സങ്കല്പത്തെക്കുറിച്ച് നമ്മൾ ഇകഴ്ത്തി കാണിക്കാം. പക്ഷേ നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ഈ 2015 ഒരു നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ചൈനീസ്. അത് മോഡേൺ മെഡിസിൻ്റെ കൂടെ തന്നെ അതിനും കൂടെ ചേർത്ത് കൊടുത്ത ഒരു നോബൽ പ്രൈസ്. അതാണ്. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ പുറം രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളിവിടെ എന്തുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു പ്രൊപ്പഗാൻഡ ഉണ്ടാക്കിയിട്ട് ഇതിനെ താഴ്ത്തിക്കെട്ടുവാണ്? ആക്ച്വലി താഴ്ത്തിക്കെട്ടുകയല്ല ചെയ്യുന്നത്. നമ്മളിവിടെ ഈ പ്രസന്റേഷനിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. പറഞ്ഞു നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒന്നാമത്തെ കാര്യം അത് ആയുർവേദം അല്ല. ഞാൻ നേരത്തെ എൻ്റെ പ്രസൻറ്റേഷനിൽ തന്നെ പറഞ്ഞ് 45ഓളം ഔഷധങ്ങൾ നമ്മൾ സസ്യങ്ങളിൽ നിന്നാണ് ഐഡൻറ്റിഫൈ ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് എഞ്ചിനീയർ ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് മെഡിസിനാക്കി. അതാണ് മോഡേൺ മെഡിസിൻ്റെ രീതി. അല്ലാതെ മോഡേൺ മെഡിസിൻ എല്ലാം ഉള്ള മരുന്നുകളെല്ലാം ലബോറട്ടറിയിൽ സിന്തസൈസ് ചെയ്യല്ല. ഇതെല്ലാം
ഈ ട്രയൽ ആൻഡ് എററിൽ കൂടി ഡോക്ടർ ഡ്യൂക്സ് എത്നോ ബൊട്ടാനിക്കൽ ഡേറ്റാബേസ് എന്ന് പറഞ്ഞൊരു ഡേറ്റാബേസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഏതൊരു സാധനം എടുത്താലും അതിൻ്റെ സയൻറ്റിഫിക് നെയിം അറിയാമെങ്കിൽ, ഇപ്പോൾ കുർക്കുമിൻ, കുർക്കുബിറ്റ, അല്ലെങ്കിൽ ഏതെങ്കിലും അതിൻ്റെ ലാറ്റിൻ നെയിം അടിച്ചു കൊടുത്താൽ, ഫോർ എക്സാമ്പിൾ ബിത്താനിയ സോംനിഫറ, നമ്മുടെ അശ്വഗന്ധയുടെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ്, അതിൻ്റെ ആൽക്കലോയിഡ്സ് ഏതാണ്, അതുപോലെ ഗ്ലൈക്കോസൈഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾറെഡി മെൻഷൻ ദർ. വി ഹാവ് ഈ സയൻറ്റിസ്റ്റുകൾ, ഈ ബോട്ടണിസ്റ്റുകളും എത്രയോ ബോട്ടണിസ്റ്റുകളെല്ലാം ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാണ്. ഇനിയും അതിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രയലിൽ കൂടിയാണ് വരേണ്ടത്, ക്ലിനിക്കൽ ട്രയലിൽ കൂടിയും ത്രൂ എവിഡൻസ് ഉണ്ടായിരിക്കണം. അല്ലാതെ ചൈനയിൽ അത് ചെയ്തു അതുകൊണ്ട് ഇതെല്ലാം അങ്ങനെയാണ്, അങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ ലെറ്റ് us bring the evidence forward. ചൈനയിൽ ആ നൊബേൽ സമ്മാനം കൊടുത്ത മെഡിസിൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. ഐ ഡോണ്ട് തിങ്ക് ആർട്ടമിസിൻ ഇസ് യൂസ്ഡ് എനിമോർ, ബട്ട് ദാറ്റ്സ് ഫൈൻ. വി ഹാവ് ഗോട്ട് മോർഫീൻ, വി ഹാവ് കഫീൻ, നിക്കോട്ടീൻ, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് അല്ലേ. കഫീൻ ഇസ് ഓൾസോ യൂസ്ഡ് ആസ് എ മെഡിസിൻ, നോട്ട് ജസ്റ്റ് ആസ് എ സ്റ്റിമുലൻറ്റ്. അപ്പോൾ ഈ മെഡിസിൻസൊക്കെ ഇതൊക്കെ മെഡിസിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇത് സസ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. ബട്ട് വി നോ വാട്ട് ഇറ്റ് ഇസ്. മറ്റത് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ 3400 കോടി രൂപ ആയുഷ് മന്ത്രാലയം ആയുർവേദത്തിനും എല്ലാത്തിനും കൂടി കൊടുക്കുന്നുണ്ട്. 3400 കോടിയാണ് 2024 അവർ സ്പെൻഡ് ചെയ്യുന്നത്. ആ പണം ഇതിന് മെഡിസിൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കൂ, സസ്യങ്ങളിൽ നിന്നും മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കൂ. പക്ഷെ അത് ചെയ്യുന്നില്ലല്ലോ. അതിന് പകരം അവർ ചെയ്യുന്നത് ഈ ആയുർവേദം എന്നും പറഞ്ഞ് നടക്കുന്ന ചില, ഇപ്പം കുർക്കുമിൻ വർഷങ്ങളായിട്ട് അതിനു വേണ്ടി സ്റ്റഡി നടത്തുന്നുണ്ട്. ഒന്നും ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ് തന്നിട്ടില്ല. ഇൻഫാക്ട് പീപ്പിൾ ഹാവ് ഗിവൺ അപ്പ് ലുക്കിംഗ് ഫോർ സൊല്യൂഷൻസ് വിത്ത് കുർക്കുമിൻ എന്തൊക്കെയോ ക്യാൻസർ തെറപ്യൂട്ടിക് ഇഫക്റ്റുകൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് നത്തിങ് ഹാസ് കം ഫോർവേഡ്. ദർ ഇസ് നോ മെഡിസിൻ ഇൻ ദ മാർക്കറ്റ്. ഇത് 15 വർഷം മുമ്പ് കേട്ടു തുടങ്ങിയതാണ്. ഇപ്പോഴും മരുന്ന് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല. ചെയ്യട്ടെ. we will always welcome that effort. Any other questions? Yes, go ahead. By the way, ഞാൻ ഇന്നലെ അവതരിപ്പിച്ചതിൽ ഇതിലൂടെ സ്ത്രീ വിരുദ്ധത മാത്രമേ അവതരിപ്പിച്ചുള്ളൂ. ഇതിൻ്റെ അകത്ത് വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്. മാനസിക രോഗ ചികിത്സയുണ്ട്. അതിന് എവിടെയെങ്കിലും വേദി കിട്ടുകയാണെങ്കിൽ അതും കൂടി അവതരിപ്പിക്കാൻ ശ്രമിക്കാം. അതായത് ഇവിടെ സ്ലൈഡ് കാണിച്ചതിൽ എനിക്ക് തോന്നുന്നു ആ സ്ത്രീകളെ പറ്റി പറഞ്ഞതിൽ അഡ്മിനിസ്ട്രേഷനിലാണെന്ന് തോന്നുന്നു. ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രൻ 4-5 കാണിച്ചു. അപ്പോൾ അതെ, അപ്പോൾ അവർക്ക് എന്ത് ബയോളജിക്കലായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഈ സ്ത്രീകൾക്ക്? അത് ഇത് പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ് പറഞ്ഞത്. അതിൽ ബയോളജിക്കലി ഡിഫറൻസ് ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പുസ്തകത്തിൽ ഇതിലാണ് ചരകൻ പറയുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം ഈ ഭാവമിശ്രയിൽ വേറൊരു ഭാഗത്ത്, ഞാനതിൻ്റെ ഇതെടുത്തിട്ടില്ല, അതിൽ പറയുന്നത് സ്ത്രീകളുടെ ഇൻറ്റസ്റ്റൈൻ ഏകദേശം 1 അടി കുറവാണ് എന്നാണ്. 1 അടി പുരുഷന്മാരെക്കാളും ഓൾമോസ്റ്റ് 30 സെൻറ്റിമീറ്റേഴ്സ് കുറവാണ് എന്നാണ് ഭാവമിശ്രയിൽ പറയുന്നത്. ഇൻഫാക്ട് സ്ത്രീകളുടെ ഇൻറ്റസ്റ്റൈൻ ലെങ്ത് കൂടുതലാണ് പുരുഷന്മാരെക്കാളും. ഇറ്റ് ഈസ് ലോങ്ങർ ദാൻ മെൻ. ഗുഡ്. പക്ഷേ പ്രസൻറ്റേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ചിരിക്കാൻ സമ്മതിക്കാഞ്ഞുകൊണ്ട് ഞങ്ങൾ ചിരിക്കാഞ്ഞത്. അത് എൻ്റെ കുറ്റമല്ല, നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങൾ രാവിലെ കോഫി കഴിക്കാതെ വന്നതിൻ്റെ കുഴപ്പമാണ്. ഇവിടെ കോഫി ഇവിടെ രാവിലെ സപ്ലൈ ആണ്. ഇടയ്ക്കിടയ്ക്ക് ചിരിക്കരുതെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ചിരിക്കാൻ. Right, go ahead. Thank you for your presentation, Nishad. എൻ്റെ പേര് അജിത്. ഞാൻ തികച്ചും ലെയ്മൻ ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ കൂടെ പഠിച്ച വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള എല്ലാം A+ കിട്ടി പഠിച്ച് പാസ്സായ ഒരു കുട്ടി ഇന്ന് ഒരു ആയുർവേദ ഡോക്ടറാണ്. എൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ താങ്കൾ പ്രസൻറ്റേഷനിൽ പറഞ്ഞത് ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ പഠിപ്പിക്കുന്ന ആൾക്കും അല്ലെങ്കിൽ പിള്ളേർക്ക് ഇതൊക്കെ മണ്ടത്തരങ്ങളാണ് എന്ന് അവർക്ക് തോന്നുന്നില്ലേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ഇപ്പോഴും ഈ സിലബസിൽ ഉണ്ടോ? എന്തുകൊണ്ടാണ് ഇത് ഇപ്പോഴും ഈ സിലബസിൽ ഉള്ളത്? ഈ താങ്കളുടെ റിസർച്ചിൽ ഇതുപോലെയുള്ള ഭാഗങ്ങളെ എന്തെങ്കിലും ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തതായിട്ട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കാരണം ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ നമുക്ക് തന്നെ തോന്നുമ്പോൾ നമുക്ക് ഇത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണമെന്ന് നമുക്ക് തോന്നുമല്ലോ. ദാറ്റ് ഇസ് മൈ സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, താങ്കൾ ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞു.
അത് കേരളത്തിലൊക്കെ ഈ ഇതുപോലുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ഇൻഷുറൻസ് കമ്പനികൾ എന്ത് ആസ്പെക്റ്റിലാണ് അവർ, എന്ത് മെത്തേഡിലാണ് അവർ ഇൻഷുറൻസ് ക്ലെയിം പാസ് ചെയ്യുന്നതെന്ന് മാത്രമല്ല പ്രോബബ്ലി അഡീഷണൽ പ്രീമിയം കൊടുക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു ഇതാണ്. ഹോമിയോയ്ക്ക് എങ്ങാണ്ട് അഡീഷണൽ പ്രീമിയം കൊടുത്താൽ അത് കവർ ചെയ്യും എന്നൊക്കെ ഉണ്ട്. പക്ഷേ ദാറ്റ് ഇസ് അത് ഇൻഷുറൻസ് കൊടുത്തത് കൊണ്ടോ സർക്കാർ പഠിപ്പിക്കുന്നത് കൊണ്ടോ സർക്കാർ അംഗീകരിക്കുന്നത് കൊണ്ടോ ഒരു അന്ധവിശ്വാസം വാലിഡേഷൻ കിട്ടുന്നില്ല, വാലിഡേറ്റഡ് ആകുന്നില്ല. That is the important thing that we need to understand. That's a primary premise. അതായത് ആരെങ്കിലും ഏതെങ്കിലും ഒരു സർക്കാർ ഇതിന് വാലിഡേറ്റ് ചെയ്താൽ ദിസ് ഇസ് ലെജിറ്റിമേറ്റ് എന്നാവണമെന്നില്ല. ഇപ്പം സർക്കാർ പലതും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പം ക്ലാസിഫൈ ചെയ്ത ഡ്രഗുകൾ ഇപ്പം ഡീക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി marijuana ഈസ് ലീഗൽ ഇൻ കാനഡ, റൈറ്റ്? സോ ദർ ആർ സം ഇതൊന്നും നമുക്ക് ഗുണമുള്ളതല്ല. മദ്യം വിൽക്കുന്നുണ്ട് സർക്കാർ, മദ്യത്തിന് പുറത്ത് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലത്തെ ഒരു സാധനം തന്നെയാണ് ഈ ആയുർവേദം. ആൾക്കാർക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ട് സർക്കാരുകൾ അതിനെ അംഗീകരിക്കുന്നു, അത്രേ ഉള്ളൂ. ആദ്യം ചോദിച്ച ചോദ്യം എന്തായിരുന്നു? എന്തുകൊണ്ട് സിലബസിൽ 2 ചോദ്യമായിരുന്നു. ഒന്നത് എന്തുകൊണ്ട് ഈ അന്ധവിശ്വാസം ഇതുപോലുള്ള സാധനങ്ങൾ കുട്ടികൾ ചോദിക്കില്ല. ബിക്കോസ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം, എവിടെ ചോദ്യങ്ങൾ ധൈര്യത്തോടു കൂടി സധൈര്യം സംശയമുള്ള കാര്യങ്ങളെ നമുക്ക് ചോദിക്കാനുള്ള ഒരു ത്വര കുട്ടികളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആബ്സല്യൂട്ട് നോൺസെൻസ്. ഇതിപ്പോൾ ഞാൻ വായിച്ച സാധനം, ഈ സാധനം ഇത് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ പോക്സോ നിയമപ്രകാരം 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ ഇന്ത്യയിൽ കുറ്റകരമാണ്. ഈ കാനഡയിൽ വായിച്ചത് കൊണ്ടാണ് എനിക്ക് ഒരു കുഴപ്പമില്ല. ഇത് ഞാൻ ഇന്ത്യയിൽ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അകത്താണ്. പക്ഷേ ഇത് ആയുർവേദം പഠിപ്പിക്കുന്ന സാധനമാണ് പറഞ്ഞത്. ഇതിപ്പോൾ അന്ന് അത് പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കുട്ടി എണീറ്റ് ചോദിക്കേണ്ടതാണ്, ഇത് ഇന്ത്യയിൽ നിയമവിരുദ്ധമല്ലേ, എന്തിനാണ് ഇത് ഞങ്ങളെ ഇത് പഠിപ്പിക്കുന്നത്? പിന്നെ നമ്മുടെ നാട്ടിൽ ആരും ചോദിക്കില്ല. എന്തെങ്കിലും മാർക്ക് കിട്ടാതെ പോയാലോ? കാരണം ഈ 5 മാർക്ക് കിട്ടാതെ പോയവൻ്റെ ഗതികേടാണ് ഇത് പഠിക്കുക എന്നുള്ളത്. MBBSന് സെലക്ഷൻ കിട്ടാതെ പോകുന്നവനല്ലേ ഇത് പോവും. അല്ലാതെ ആരെങ്കിലും ഇത് തിരഞ്ഞെടുത്ത് പോകുന്നവരുണ്ടോ? അങ്ങനെയുള്ളവർ വളരെ കുറവായിരിക്കും. I understand. Yeah, because because you're brilliant, you're trained to pass an exam. You're trained to pass an exam, not be critical. You can train any monkey to pass an exam. But to think, you need to connect these pieces of information and make knowledge out of it. Ask questions, synthesize new avenues. പുതിയ കാര്യങ്ങളെ ചിന്തിപ്പിച്ച് നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മൾക്കൊണ്ട് പറ്റാത്ത എന്താ? We are not problem solvers. A lot of questions. Go on. Did you get that? ആ ക്രിട്ടിക്കൽ തിങ്കിങ് ആ കുട്ടിക്കില്ല. പരീക്ഷ പാസ്സാവുന്നുണ്ട് കുട്ടി, പക്ഷേ കുട്ടിക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ല. കുട്ടിക്ക് ഇതിൽ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച ബയോകെമിസ്ട്രിയും ബയോളജിയിൽ നിന്നും വ്യത്യസ്തമല്ലേ ഇത് എന്ന് അവിടെ ഇരുന്ന് ചോദിക്കാൻ കുട്ടിക്ക് പറ്റുന്നില്ല. കാരണം കുട്ടി പരീക്ഷ പാസ്സാവാനാണ് നോക്കുന്നത്. She wants to just clear that exam. If you are going to ask questions, you won't clear the exam. സിലബസ് നിന്ന് മാറ്റുന്നതിനെ പറ്റി ഇത് പഠിപ്പിക്കുന്നവർ തന്നെ I have interacted with a lot of Ayurvedic professors who are in disagreement with this. ഞാൻ പേരുകൾ പറയുന്നില്ല. പലരും പ്രിൻസിപ്പൾ ടീച്ചേഴ്സ് അവർക്കൊക്കെ ഇതിനോട് വിയോജിപ്പുള്ളവരുണ്ട്. ഞാൻ കാണുന്ന ലിസ്റ്റിൽ ആയുർവേദ ഡോക്ടേഴ്സും ഉണ്ട്. അവർ തന്നെ പറയുന്ന കാര്യമാണ് ഇതൊക്കെ എടുത്ത് കളയേണ്ട സമയമായി, ഇതൊന്നും പഠിപ്പിക്കാൻ പാടില്ല. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത് അവതരിപ്പിച്ചത്. സ്ത്രീ ആസ് എ വാചീകരണ ദ്രവ്യ, മാറ്റർ, വെറും വസ്തു ആയിട്ടൊരു സ്ത്രീയെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുകയാണ്. സ്ത്രീ ആസ് എ വാചീകരണ ദ്രവ്യ എന്ന് ചോദിക്കുമ്പം ഞാനിത് അവതരിപ്പിക്കണ്ടേ, ഇത് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ ചെയ്താണ്. Anything that survives or is in society is incentivized. So there has to be some incentive for it to survive. So ippalthe ee Ayurveda, what is the incentive? Is this a new Hindu nationalism trying to bring this back up? Because I feel that it was dying. Ippam pinne adoru Yeah, I mentioned that. Thank you for that question. I mentioned that there is a funding that goes behind it. Ayush Mantralayam has organized this thing. ഈ ആയുഷിൽ വരുന്ന ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ ആൻഡ് പിന്നെ ഒരു ടിബറ്റൻ മെഡിസിൻ, അങ്ങനെ എന്തൊക്കെയുണ്ട്. ഇതെല്ലാം കൂടി വാരിക്കൂടി എടുത്തിട്ടാണ് ഇതിനെ ആയുഷ് മന്ത്രാലയം എന്നായിട്ട് ആക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ ഇതിപ്പോൾ then it becomes legitimate. പക്ഷേ ഇറ്റ് ഡസൻ എഗ്രി വിത്ത് സയൻസ് എന്നുള്ളത്
വളരെ ക്ലിയറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഈ ഭാരതീയ പൈതൃകത്തിലേക്ക് തിരിച്ചു ചെല്ലുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഇതിൻ്റെ അകത്തൊരു നാഷണലിസ്റ്റിക് എലമെൻ്റ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഹോമിയോ നാഷണലിസ്റ്റിക് എലമെൻ്റ് അല്ല. Homeo is a German thing, and nobody in Germany, apart from these Bangladeshis, Indians, and Pakistani immigrants who practice this thing, nobody else does this. So this is a purely an ethnic, എന്താ പറയുക, ഒരു അന്ധവിശ്വാസമാണത്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ബാഗിൽ ഒരു നാഷണലിസ്റ്റിക് സാധനം ഉണ്ട്. കാര്യം പഴമ, ട്രഡീഷൻ, അതോറിറ്റി, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഭാരതത്തിൽ നിന്നുണ്ടായതാണ് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഭാരതത്തിലില്ലാത്ത പല സാധനങ്ങളും പല സസ്യങ്ങളും ആയുർവേദം നമ്മൾ വായിച്ചു നോക്കിയാൽ ഇന്നില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ കാലഘട്ടപ്പെട്ടു അല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടിൽ വളരാത്ത സസ്യങ്ങൾ പോലും നമുക്ക് അറിയില്ല എന്തിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നതെന്ന്. ആ വിധത്തിലുള്ള സാധനങ്ങളൊക്കെ അതിൽ പറയും. ദാറ്റ് മീൻസ് ഇത് BC 500 തൊട്ടാണ് ഇതിനെ ഏകദേശം ഒരു രൂപം എഴുതിപ്പെട്ടത്. അതിനു മുൻപ് ഇത് വാമൊഴിയായിട്ടും സ്മൃതികളിൽ കൂടിയും ഒക്കെ പറഞ്ഞും പാടിയും ഒക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇതൊരു എഴുതപ്പെട്ട ഒരു സാധനമല്ല. അതുകൊണ്ടാണ് ഇത് നിങ്ങളിപ്പോൾ ഇത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കണ്ടൻറ്റ് ഒരിടത്ത് നിങ്ങൾക്ക് കിട്ടില്ല. ഇതിങ്ങനെ ചിതറി പരടത്തായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഭാരതത്തിൻ്റെ സ്വത്താണ് എന്നുള്ളൊരു ഒരു ഫീലിംഗ് ഓഫ് ഒരു നാഷണൽ ഐഡൻറ്റിറ്റിയുടെ ഭാഗം തന്നെയാണ് ആയുർവേദം. ആൻഡ് ദ ഗവൺമെൻറ് ഇസ് പ്രൊമോട്ടിങ് ഇറ്റ്. ആൻഡ് ദർ ഇസ് അനദർ റീസൺ ഓൾസോ. ഉത്തരേന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MBBS കഴിഞ്ഞ ആൾക്കാരെ കുറവാണ്. അപ്പോൾ രാത്രി സമയങ്ങളിലെല്ലാം തന്നെ ഈ ഉത്തരേന്ത്യയിലൊക്കെ പോയിട്ടുള്ള മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. യു ക്യാൻ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് എൻ അനക്ഡോട്ടൽ ബിറ്റ്, ബട്ട് the fact is we don't have enough doctors. We have to, as a country, we need to give some kind of relief to patients. അപ്പോൾ ഈ ആയുർവേദവും ഹോമിയോയും പഠിച്ചവരൊക്കെ തന്നെയാണ് അവിടെ ഡോക്ടേഴ്സായിട്ട് രാത്രി ഇരിക്കുന്നത്, സമയത്തൊക്കെ ഇരിക്കുന്നത്, അവർ പ്രിസ്ക്രൈബും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഡോക്ടർ എന്ന് കേട്ടാൽ ഇത് വേർതിരിച്ചറിയാമെന്നുള്ള ആൾക്കാർക്കേ അറിയാം. നമ്മളിപ്പോൾ ചോദിക്കുന്നുണ്ട്, are you a PhD or are you a physician എന്നെങ്കിലും നമ്മളിപ്പോൾ ചോദിക്കുന്നുണ്ട്. But a lot of people don't know the difference. So this is another reason. Yes, go ahead. Yeah, Mike. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വെൽക്കം. അതായത് ഈ പ്രഗ്നൻസി ടൈമിലുള്ള അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും? ഈ ആയുർവേദിക് പ്രഗ്നൻസി സ്റ്റേജിലുള്ള ഒരു മെഡിസിൻ പ്രൊവൈഡിങ് ആൻഡ് കെയറിങ്ങിൻ്റെ I did present it now. അതിൻ്റെ ഫുൾ 10 months പീരീഡ് ഫുള്ള് കവർ ചെയ്തെന്ന് ഏതെങ്കിലും? ഉണ്ട്. ഓരോരോ മാസത്തിൽ എന്തൊക്കെ ചെയ്യണം. പുംസവന ക്രിയ ചെയ്യുന്നത് 3-ാം മാസമാണ്. 3-ാം മാസം, അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ആൺകുട്ടിയും പെൺകുട്ടിയും എങ്ങനെയാണ് ഉണ്ടാകുന്നത്, XX ക്രോമോസോമും XY ക്രോമോസോം ആണെന്നുള്ളതൊക്കെ ഇന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ പിന്നെ എന്തിനാണ് ഈ പുംസവനക്രിയ പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. ഈ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ സെക്സ് എങ്ങനെ മാറ്റാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കാരണം ഓൾറെഡി അവിടെ സെക്സ് ഡിറ്റർമിൻഡ് ആയില്ലേ. സെക്സ് ഡിറ്റർമിനേഷൻ ഇസ് ഓൾറെഡി ഹാപ്പൻഡ്. അപ്പോൾ ഇത് 3-ാം മാസം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് ജനിച്ച ഒരു കൊച്ചിനെ നോക്കുന്ന ഒരു പ്രോസസ്സും അത് ഇപ്പം നിലവിൽ കേരളത്തിൽ ഇപ്പോൾ ഞാൻ പല സ്ഥലത്തും അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കുളിപ്പിക്കുന്ന പരിപാടി അത് ഫുൾ 6 to 8 months അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പല സ്ഥലത്തും, എസ്പെഷ്യലി ഇപ്പോൾ നോർത്ത്, കോഴിക്കോട്, മലപ്പുറം ഏരിയകളിൽ. അതിൽ ചില സാധനങ്ങളൊന്നും ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഇതിൽ ഞാൻ വായിച്ചതിൽ ഒരു ഭാഗം പറയുന്നുണ്ട്. ഈ അയൽവക്കത്തുള്ള ശാന്ത ചേച്ചിയും തെക്കതിലെ ഫാത്തിമാത്തായും പറയുന്നതും കൂടി നിങ്ങൾ പരിഗണിക്കണം എന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് അബ്രഗേറ്റ് ആയിപ്പോയി. ഇനി ഇതിൽ എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ബ്രാഹ്മണനും തെക്കതിലെ ശാന്ത ചേച്ചിയും പറയുന്നത് നിങ്ങൾക്ക് എടുക്കാം. ഓൾറെഡി വാലിഡേറ്റ് ചെയ്ത് തരുന്നുണ്ട് ആയുർവേദം. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ അവരെന്ത് പറയുന്നോ കണ്ണിൽ മറ്റേ ജനിച്ച കുഞ്ഞിൻ്റെ ഇതിൽ വേറൊരു ഭാഗത്തൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് ജനിച്ച ഉടനെ മറ്റേ സാലി റൈസ്, തവിട് കളയാത്ത റൈസും തേനും ഗീയും കൂടി ചേർത്ത്, ഗീ അതൊക്കെ ലിപ്പിഡ്സാണ്, അതൊക്കെ ഫാറ്റാണ്, ഇതെല്ലാം കൂടി കലക്കി നല്ല നമുക്ക് ദഹിക്കാൻ പറ്റാത്ത സാധനമാണ് ഈ പശുവിൻ്റെ പാലെന്ന് പറയുന്നത്, മനസ്സിലായില്ല? അതുകൊണ്ടാണ് നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസ് വരുന്നത്. ഇതെല്ലാം കൂടി കലക്കി കുട്ടിക്ക് ആദ്യമേ തന്നെ അണ്ണാക്കിലോട്ട് ഇറക്കി കൊടുക്കുക എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിലുണ്ട്, ഞാൻ പിന്നെ അത് സ്കിപ്പ് ചെയ്ത് കുറേ ഉണ്ട്, അത് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയതാണ്. അപ്പം അങ്ങനെ ഇപ്പം ആരും ചെയ്യുന്നില്ല എന്നാണ് അറിയുക, കാരണം ചെയ്യാൻ പാടില്ല എന്നുണ്ട്. പക്ഷേ ആയുർവേദത്തിൽ പറയുന്നത് അങ്ങനെ ചെയ്യണമെന്നാണ്. നമ്മുടെ ബർത്ത് റേറ്റ് 1910 നമ്മുടെ ബർത്ത് റേറ്റ് എത്രയാണ്? നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി എത്രയാണെന്നറിയാം? 1910 അറൗണ്ട് 24 and 26 ആണെന്ന് എൻ്റെ ഓർമ്മ. കേരളത്തിൽ
ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്. അപ്പോൾ ഇതൊക്കെ തന്നെ കാരണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങൾ സർവൈവ് ചെയ്യില്ല, അടിച്ചു പോകും. മനസ്സിലായില്ലേ? ജനിച്ച കൊച്ചിന് വായിൽ ഈ തേനും നെയ്യും പഴഞ്ഞിയൊക്കെ കുത്തിക്കയറ്റി കൊടുത്തില്ല, കൊച്ചു ചത്തുപോകില്ലേ? ഇത് നമുക്കറിയാം, ഇന്നറിയാം, അന്നറിഞ്ഞൂടാ. മനസ്സിലായില്ലേ? അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് പിള്ളേരെ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ഇപ്പം ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇത് വളരെ അപ്പീലിംഗ് ആയിട്ട് ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ സിസ്റ്റംസ് വളരെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു അപ്പീലിംഗ്, അതാണ് ഒരു റീസൺ ഈ ഇതിങ്ങനെ ത്രൈവ് ചെയ്യാനും ഫണ്ടിങ് കിട്ടാനൊക്കെയുള്ള ഒരു റീസൺ പറയുന്നത്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഫിലോസഫി ഓഫ് സയൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഡുവലിസ്റ്റുകളാണ്. നമ്മൾ വിചാരിക്കുന്ന മൈൻഡ് ആൻഡ് ബോഡി, അല്ലെങ്കിൽ ഇതിനെ ഒരു റൊമാൻറ്റിസൈസ് ചെയ്തിട്ട് ഒരു ആത്മീയ ലെവലിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ ഈ ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ് എല്ലാം ഒരു റിലീജിയസ് പെർസ്പെക്റ്റീവിലാണ് വർക്ക് ചെയ്യുന്നത്. അതേസമയം മോസ്റ്റ്ലി മോഡേൺ മെഡിസിൻ ഒരു പ്യുവർലി സയൻറ്റിഫിക് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂവിലാണ് പോകുന്നത്. അപ്പോൾ ഈ ആൾക്കാർക്ക് കൂടുതൽ അപ്പീൽ ചെയ്യാനുള്ള ഒരു റീസൺ അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈവൻ ദോ മൈൻഡ് ആൻഡ് ബോഡി എന്ന് പറയുന്ന എല്ലാം സയൻറ്റിഫിക്കലി നമ്മളെല്ലാം മോണിസ്റ്റുകളാണെങ്കിലും വി ആർ ഓൾ നാച്ചുറൽ ബോൺ ഡ്യുവലിസ്റ്റ്. അപ്പോൾ നമുക്കൊരു മൈൻഡ് ഉണ്ട്, ഒരു ബോഡി ഉണ്ട്, ഒരു ആത്മാവുണ്ട്. അപ്പോൾ നമ്മളൊരു ഹോളിസ്റ്റിക് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കീ വേർഡ്സ് ഉണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹോളിസ്റ്റിക് ഹീലിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു റിലീജിയസ് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഓൾസോ there are two other aspects to it. One is the doctrine of signatures എന്ന് പറയും. I mean anything that looks like the organ, അവയവവുമായി സാമ്യമുള്ള സദൃശ്യമായ എന്തെങ്കിലും വസ്തു ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഭക്ഷിച്ചാൽ അത് ദോഷമില്ലെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ചെമ്പരത്തിപ്പൂ കഴിച്ചാൽ രക്തം ഉണ്ടാകും, ഇങ്ങനെയുള്ള കുറേ അന്ധവിശ്വാസങ്ങൾ. ദി ആർ ഓൾ ബേസിക്കലി ഡോക്ട്രിൻസ് ഓഫ് സിഗ്നേച്ചർ. ആൻഡ് ദെൻ യു ഓൾസോ ഹാവ്, ഞാൻ നേരത്തെ പറഞ്ഞ കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് എപ്പോഴും ഇറക്റ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഇറക്റ്റായ ലിംഗം പോലെ ഇമാജിൻ ചെയ്തിട്ട് ദാറ്റ് മസ്റ്റ് ബി ഗുഡ് ഫോർ അസ്. അതുകൊണ്ട് അതിനെ കൊന്ന് അതിൻ്റെ കൊമ്പെടുത്ത് അരച്ച് കലക്കി അതിനെ കഴിക്കുക. അപ്പോൾ നമുക്ക് ശക്തി ഉണ്ടാകും. അതുപോലെ പുലി ടൈഗർ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ അതിൻ്റെ നഖം അത് കഴുത്തിൽ കെട്ടിത്തൂക്കിയാൽ നമുക്കും ആ സ്ട്രെസ്. ഇതൊക്കെ ഒരു തരം അന്ധവിശ്വാസമാണ്. ഇപ്പം നിങ്ങൾ ആയുർവേദത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഏതെടുത്ത് വെച്ച് വായിച്ചു നോക്കിയാലും ഇതിൽ ഉടനീളം കാണാൻ പറ്റുന്ന ഈ ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചേഴ്സ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. അതാണ് ഞാൻ രണ്ടാമത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സിമ്പിൾ കോൺസെപ്റ്റാണ്. ചുവപ്പ്, രക്തം ചുവപ്പ്, ഇത് കഴിച്ചാൽ രക്തം നമുക്കുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള മോഡേൺ മെഡിസിൻ്റെ എന്ന് വെച്ചാൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ലിംപിൻസ്കീസ് റൂൾ ഓഫ് 5 ആൻഡ് എങ്ങനെയാണ് ഈ കെമിക്കൽ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്നത്, ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, ഇത് ശരീരത്തിൽ പോകുമോ, നമ്മുടെ പുറത്ത് എണ്ണ തേക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പോകുന്നുണ്ടോ, വാട്ട് ഇസ് ദ ബയോ അവൈലബിലിറ്റി ഓഫ് ദിസ് കെമിക്കൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ആക്ച്വലി എഫക്റ്റ് യു. നിങ്ങൾ ചില ഓയിൻമെൻറ്റുകൾ തേച്ചിട്ടുണ്ടാകും. ഇപ്പം ഡൈക്ലോഫിനാക്കിൻ്റെ ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ ഇസ് അവൈലബിൾ. ഇപ്പം സ്റ്റെറോയിഡൽ ക്രീംസ്, എക്സിമയ്ക്കൊക്കെ സ്റ്റെറോയിഡൽ ക്രീംസ് ആർ അവൈലബിൾ. ഇത് നമ്മൾ ശരീരത്തിൽ അപ്ലൈ ചെയ്യുന്നതും സ്റ്റെറോയിഡൽ ഇഞ്ചക്ഷൻ എടുക്കുന്നതും അല്ലെങ്കിൽ ഡൈക്ലോഫിനാക്കിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം. അത് ഇതിൻ്റെ അബ്സോർപ്ഷൻ റേറ്റ് ഓറലി എടുക്കുമ്പോൾ കൂടുതലായിരിക്കും, ഇൻട്രവീനിയസ്ലി എടുക്കുമ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കും. സോ ഈ ഡിഫറൻസ് നമുക്കറിയാം. പക്ഷേ അത് അപ്പം നിങ്ങൾ ഈ എണ്ണയെല്ലാം നമ്മുടെ ശരീരത്തിൽ തേക്കുമ്പം എങ്ങനെയാണ് ഈ ശരീരത്തിൽ ഈ നമ്മുടെ ത്വക്കിൻ്റെ പല ലെയറുകൾ പെനട്രേറ്റ് ചെയ്ത് അത് ഇത് പറയാം ലൈപ്പോഫീലിക് ആയിരിക്കണം, മനസ്സിലായില്ലേ? ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ഡിസോൾവ് ഇൻ ടു ദ ഫാറ്റ് ആൻഡ് ദെൻ ഗെറ്റ് ഇൻ ടു അവർ ബ്ലഡ് സ്ട്രീം. നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ പോയാലേ ഇത് എന്തെങ്കിലും ഇഫക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഇഫക്റ്റ് ചെയ്യുന്ന ഒന്നുമില്ല. ബിക്കോസ് ഈ പറയുന്ന ആൽക്കലോയിഡ്സിൻ്റെയൊക്കെ സ്ട്രക്ചർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ ചെയ്യാറില്ലല്ലോ. ഇതെടുത്ത് നോക്കിയാൽ വലിയ മോളിക്യൂൾസാണ് ഇതെല്ലാം. ഈ വലിയ മോളിക്യൂൾ എങ്ങനെ നമ്മൾ ഈ സ്കിന്ന് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നുള്ള കോമൺ സെൻസിൽ ആലോചിച്ചാൽ മതി. അതൊക്കെയാണ് പ്രശ്നം. ചിലത് പോവും. ഈ ചില ഇപ്പം ട്രിപ്പീൻസൊക്കെ ഉള്ള ചില ഇപ്പം മെൻതോള്, മെഥനോ, അതുപോലെ ഈവൻ സ്മോളർ മോളിക്യൂൾസ് ദേ ക്യാൻ പെനിട്രേറ്റ് ദ സ്കിൻ. ബട്ട് ബെറ്റർ സൊല്യൂഷൻ ഇസ് ഓറലി അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇതെങ്ങനെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു, ഇതിൻ്റെ ഉപാപചയം, ഇതിൻ്റെ മെറ്റബോളിസം, ഹൗ ഡസ് ഇറ്റ് ബ്രേക്ക് ഡൗൺ, എങ്ങനെയാണ് ഈ കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്ത് പിന്നെ ഇതെങ്ങനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ എക്സ്ക്രീഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആയുർവേദത്തിലുള്ള പല ഔഷധങ്ങളിലും യൂറോപ്പിലും US-ലും കാനഡയിലും ഒക്കെ കണ്ടെത്തിയിട്ടുള്ള ഒരു സംഗതിയാണ് ഹെവി മെറ്റൽ ടോക്സിസിറ്റി. ഹെവി മെറ്റൽസ് ആർ ലൈക്ക് ലിഥിയം, മെർക്യൂറി,
കാഡ്മിയം, ഇതുപോലുള്ള ഹെവി മെറ്റൽസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മെർക്കുറിയൊക്കെ അടങ്ങിയിട്ടുള്ള സാധനം അത് നമ്മുടെ ശരീരം എക്സ്ക്രീറ്റ് ചെയ്യില്ല. വാട്ട് ഇറ്റ് ഡസ് ഇസ് ഇറ്റ് accumulates it in our skin and nails and hair, and it constantly builds up. അപ്പോൾ ഇത് ചെറിയ തോതിൽ മാത്രം കഴിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ, ഇത് ചെറിയ തോതിൽ കഴിച്ചാൽ അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോയാൽ കുഴപ്പമില്ല. പക്ഷേ ഇത് അവിടെ തന്നെ അക്യുമുലേറ്റ് ചെയ്യും നമ്മുടെ ശരീരത്തിൽ. കിഡ്നി, ലിവർ, ഇതിനെ ബ്രെയിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. ആർസനിക്, അതൊക്കെ വളരെ ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഹെവി മെറ്റൽസ് ആണ്. അപ്പോൾ ബോഡി ഡസൻ നോ ഹൗ ടു ഹാൻഡിൽ ദിസ്. ഇതെങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യണമെന്ന് നമ്മുടെ ശരീരത്തിന് അറിയില്ല. അതുകൊണ്ടാണ് ഈ ഹെവി മെറ്റൽ ടോക്സിസിറ്റി ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അതുമാത്രമല്ല, ഇത് കഴിച്ച ആൾക്കാരുടെ മാത്രം പഠനം നടത്തിയ ഒരു മനുഷ്യനാണ് ഈ ഡോക്ടർ അബി സിറിയാക് ഫിലിപ്പ്. ഈ പുള്ളി ഒരു ലോകപ്രശസ്തനായ ഒരു ഹെപ്പറ്റോളജിസ്റ്റാണ്. ഐ മീൻ ഹി ഹാസ് സ്റ്റഡീഡ് ലിവർ ആൻഡ് ഹി ഈസ് നോൺ ആസ് ദ ലിവർ ഡോക്ടർ. അപ്പോൾ പുള്ളി ഒരുപാട് പഠനങ്ങൾ നടത്തിയതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഏകദേശം ഈ റീസെൻ്റ്ലി നടത്തിയാണ് ഈ അശ്വഗന്ധ മരുന്ന് കഴിച്ച് ഉണ്ടായ ലിവർ ടോക്സിസിറ്റി, ലിവർ ഫെയിലിയർ ആൻഡ് 3 മരണങ്ങൾ. മദ്യം കഴിച്ചിട്ടല്ല, അശ്വഗന്ധ കഴിച്ചിട്ട്. സോ ഇതൊക്കെ പുറത്ത് നമ്മളെപ്പോലുള്ള ആൾക്കാരല്ലാതെ വേറെ ആരും ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. സോ ഈവൻ മദ്യം കഴിക്കാത്ത ആൾക്കാർക്ക് പോലും ഈ മദ്യലഹരിയുടെ പ്രശ്നങ്ങൾ, അതായത് ഈ ആൽക്കഹോളിക് ഡിപ്പെൻഡൻസ്, ബിക്കോസ് ചില സാധനങ്ങളുണ്ട്, ഇപ്പം ദശമൂലാരിഷ്ടം അതുപോലത്തെ സാധനങ്ങളൊക്കെ, അതിൻ്റെ അകത്ത് ഈ സാധാരണ നമ്മൾ കഴിക്കുന്ന ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആൽക്കഹോൾ എന്ന് വൈനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 17% ഇസ് ദ ടോപ്പ്. അതിൽ കൂടുതൽ വൈനിൽ ആൽക്കഹോൾ ഉണ്ടാവില്ല. ഇതിൻ്റെ അകത്ത് 30%, 40% ആൽക്കഹോൾ, 30 to 35% ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ദശമൂലാരിഷ്ടങ്ങളുണ്ട്. അത് ഒരു ബാച്ചിലുള്ളതായിരിക്കില്ല അടുത്ത ബാച്ചിൽ, ചിലതിൽ കൂടുതലായിരിക്കും, കുറവായിരിക്കും. നേരത്തെ പറഞ്ഞ പ്രശ്നം ഇതിലുണ്ട്, കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് പറയണമെന്നുണ്ടെങ്കിൽ, കെമിസ്ട്രി പറയണമെങ്കിൽ ഇത് പറയാനേ നേരം കാണും, കുറേ ഉണ്ട്. എനിവേസ്, സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. എനി മോർ ക്വസ്റ്റ്യൻസ്? ഇപ്പം നാട്ടിൽ ആയുർവേദം ഒക്കെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തിരുമ്മ്, പിഴിച്ചിൽ, ഒഴിച്ചിൽ, ഇങ്ങനത്തെ പരിപാടികൾ. ഇപ്പോൾ കോട്ടയ്ക്കൽ ആയുർവേദ്യശാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് അവിടെ ഒരാഴ്ച കിടത്തി, ഒരു മാസം കിടത്തിയൊക്കെ ഉള്ള പരിപാടികളുണ്ട്. അപ്പോൾ ഈ തിരുമ്മിൻ്റെ മറ്റേ സൈഡ് എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി, തിരുമ്മ് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഫലം കിട്ടുന്ന ഒരു തിരുമ്മും ഉണ്ട്. ആയുർവേദത്തിൻ്റെ ഭാഗമായിട്ട് ചുമ്മാ എണ്ണ തേച്ച് ഈ കുഴമ്പും എല്ലാം കൂടെ തേച്ച് ചവിട്ടി കൂട്ടുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? അതായത് എനിക്കറിയാവുന്ന ഒരു വ്യക്തി ഇവിടെ നിന്ന് നടുവ് മിന്നിയിട്ട് നാട്ടിൽ പോയി തിരുമിച്ചു, അനങ്ങത്തില്ലാത്ത അവസ്ഥയിലായി, പിന്നെ ഇവിടെ വന്ന് ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടു. സോ ഇഫ് യു ക്യാൻ സേ. ഫസ്റ്റ് ഓഫ് ഓൾ, ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി എന്താണെന്ന് വെച്ചാൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ അനാറ്റമി, നമ്മുടെ സ്കെലിറ്റൽ സ്ട്രക്ചർ, ജോയിൻറ്റ്സ്, എത്ര വെർട്ടിബ്രൽ കോളത്തിൽ എത്ര പേശികളുണ്ട്, എത്ര ജോയിൻറ്റുകളുണ്ട്, ഡിസ്ക് എവിടെയാണ് ഇരിക്കുന്നത്, ഇതൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ മോഡേൺ മെഡിസിൻ്റെ ഒരു വിഭാഗമാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. മറ്റത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം അവിടെ ഉണ്ട്. 360 എല്ലുള്ള ഈ എവിടെയാണ് ഏതെങ്കിലും സാധനം ഇരിക്കുന്നത്, ലിവറിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു BC 4ാം നൂറ്റാണ്ടിൽ BC 500 BC എഴുതിയ, പിന്നെ അതിനെ പല രീതിയിൽ മോഡിഫൈ ചെയ്ത അന്ധവിശ്വാസ ചികിത്സാ രീതി. സോ അതിൽ ഈ പറയുന്ന കണക്കുള്ള ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് അറിയാനുള്ള യാതൊരു മാർഗ്ഗവുമില്ല. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. പ്രത്യേകിച്ചും ഈ സയാറ്റിക് നെർവിൻ്റെ പ്രശ്നം അല്ലെന്നുണ്ടെങ്കിൽ പല ആൾക്കാർക്കും വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഡിസ്ക് അല്പം ഒന്ന് ചെറുതായിട്ട് തള്ളി ഇരിപ്പുണ്ടാകും. അത് പല കേസസിലുമൊക്കെ പ്രോപ്പർ ഫിസിയോതെറാപ്പി കൊണ്ടും മോഡേൺ മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടും ഒരു 3 മാസം കൊണ്ടൊക്കെ ട്രീറ്റ് ആവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ പോയുമ്പോഴത്തേക്കും ഇത് എന്താണ്, ഏത് സ്റ്റേജിലാണെന്ന് അറിയാത്തവൻ ഇത് കൈ വയ്ക്കുമ്പോഴത്തേക്കും ഇത് ചിലപ്പോൾ പ്രൊലാപ്സ് ആയും. Disc can slip out, and you can get paralyzed. ഇടുപ്പിന് താഴെ എവിടെയാണോ ആ പ്രൊലാപ്സ് സംഭവിച്ചിരിക്കുന്നത്, ഏതൊക്കെ നെർവ്സിനെയാണ് ഡാമേജ് ചെയ്തത്, പിന്നെ തിരിച്ചത് ഫിറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു റിസ്ക്കാണത്. So never attempt to do things without having that proper knowledge. അപ്പം വിവരമില്ലാത്ത ഒരാളുടെ കയ്യിലാണ് നമ്മൾ ശരീരം കൊണ്ട് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് you need to be informed what is happening. Is he certified? Does he know what he is doing? He doesn't have any understanding of the human body. അപ്പം അങ്ങനെ ഒരാളുടെ കയ്യിലാണ് നമ്മൾ ശരീരം കൊണ്ട് കൊടുക്കുന്നത്. ചെയ്യരുത്.
Thank you. It was a wonderful experience, and I hope you guys enjoy the rest of the show. Thank you.